ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചെയ്യാനാണെങ്കിലും ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമല്ല, നമുക്ക് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാനും അതേപോലെ സിംപ്ലിഫിക്കേഷനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഡിവിസിബിലിറ്റി. അത് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് പ്രോബ്ലങ്ങൾ ചെയ്യുന്ന സമയത്ത് കാൽക്കുലേഷൻ പാർട്ടിന് നമ്മളെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. കുറച്ച് ഈസി ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് അതേപോലത്തെ ചോദ്യങ്ങളും വരാം. അപ്പൊ നമുക്ക് ഓരോ നമ്പേഴ്സിന്, അതായത് ഒരു നമ്പർ കണ്ടാൽ അതെങ്ങനെ ഒരു 2 കൊണ്ട് അല്ലെങ്കിൽ 3 കൊണ്ട് 4 കൊണ്ട് ഒക്കെ ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ നോക്കാം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം 243 ആൻഡ് 342 ഈ രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ്, ഈ നമ്പേഴ്സ് കണ്ടിട്ട് നമ്മൾ പറയണം അത് 2 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലെങ്കിൽ 4, 5, 6 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് അറിയാൻ പറ്റണം. അപ്പൊ അത് ഞാൻ പറഞ്ഞു, ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത്, കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്ന, അതായത് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് ചെറുതാക്കേണ്ടതായിട്ട് വരുന്ന അവസരങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഈ ഒരു 342 അത് 3 കൊണ്ട് പോകുമോ അല്ലെങ്കിൽ 5 കൊണ്ട് പോകുമോ അല്ലെങ്കിൽ 6 കൊണ്ട് പോകുമോ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അതിനായിട്ടാണ് നമ്മൾ ഈ ഡിവിസിബിലിറ്റി പഠിക്കുന്നത്. അത് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് ഡിവിസിബിലിറ്റി ബൈ 2 നോക്കാം. അത് വളരെ സിമ്പിൾ ആണ് അല്ലെ. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാം അത് ഡിവിസിബിൾ ബൈ 2 ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഈ എഴുതിയേക്കുന്ന 342 ഒരു എന്താണ് ഡിവിസിബിൾ ബൈ 2 ആണ്. എന്നാൽ 243 ഡിവിസിബിൾ ബൈ 2 ആണോ? അല്ല അല്ലെ. കാരണം അതിന്റെ ലാസ്റ്റ് നമ്പർ എന്താ വന്നേക്കുന്നത്? 3 ആണ്. അതായത് അതൊരു ഓഡ് നമ്പർ ആണ്. ഈവൻ നമ്പർ ആയിരിക്കണം, അതായത് 0, 2 അല്ലെങ്കിൽ ഈവൻ നമ്പർ ഓർ ആൻഡ് 0 എന്ന് നമുക്ക് പറയാം. 0 നമ്മൾ ഈവൻ നമ്പർ എന്നുള്ള രീതിയിലല്ല പറയുന്നത്, ഇങ്ങനെ വിചാരിച്ചാൽ മതി. ലാസ്റ്റ് ഡിജിറ്റ് 0യോ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സോ ആണെങ്കിൽ നമുക്ക് പറയാം ആ നമ്പർ ഡിവിസിബിൾ ബൈ 2 ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തത് 4ന്റെ ഡിവിസിബിലിറ്റി നോക്കാം. ഈ മൂന്നെണ്ണം ഒരുമിച്ച് പഠിക്കുന്ന എളുപ്പം, അതായത് 2, 4, 8 നമുക്ക് ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പൊ 2 ഞാൻ പറഞ്ഞു, ലാസ്റ്റ് ഡിജിറ്റ് 0യോ അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഒരു ഈവൻ നമ്പറോ ആണെങ്കിൽ നമ്മൾ പറയുന്ന നമ്പർ ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. 243 നമ്മൾ നോക്കി, 3 ഡിവിസിബിൾ ബൈ അല്ലെങ്കിൽ 3 ഒരു ഓഡ് നമ്പർ ആണ്, അതുകൊണ്ട് അത് ഡിവിസിബിൾ ബൈ 2 അല്ല. ഓക്കെ, ഇനി ഡിവിസിബിലിറ്റി ബൈ 4 എന്ന് വെച്ചാൽ ലാസ്റ്റ് 2 ഡിജിറ്റ് ഫോം എ നമ്പർ ഡിവിസിബിൾ ബൈ 4 അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ്സ് ആർ 0. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ എഴുതിയാൽ ഇതാണ്ട് ഈ നമ്പർ അല്ലെങ്കിൽ ഈ നമ്പർ നോക്ക്, ഈ നമ്പർ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കി അത് 0 ആണ്, സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4 ആണ്. ഇവിടെ നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കി 24 ആണ് അല്ലെ, അത് ഒരു ഡിവിസിബിൾ ബൈ 4 ആണ്. 24 എന്ന് പറഞ്ഞാൽ 4ന് ഡിവൈഡ് ആവുന്ന നമ്പർ ആണെന്ന് നമുക്കറിയാം. സോ 343 അല്ലെങ്കിൽ 34,324 ഇസ് ഡിവിസിബിൾ ബൈ 4 ആണ്. അതേപോലെ ഇപ്പൊ നമ്മൾ ഈ ഒരു നമ്പർ നോക്കുക 35,723, ഇതിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തല്ല, ഡിവിസിബിൾ ബൈ 4 അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഈ നമ്പർ മൊത്തത്തിൽ ഈ നമ്പർ എന്തല്ല, ഡിവിസിബിൾ ബൈ 4 അല്ല. ക്ലിയർ ആണോ? മനസ്സിലായോ? അതായത് ലാസ്റ്റ് 2 ഡിജിറ്റ് 0യോ അല്ലെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ നമുക്ക് പറയാം ആ നമ്പർ ഡിവിസിബിൾ ബൈ 4 ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കലണ്ടർ ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വർഷം നോക്കുമ്പോൾ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാറുണ്ട്. എന്താണ് ലീപ്പ് ഇയർ എന്ന് പറയുമ്പം? നമുക്ക് അറിയാം ഫെബ്രുവരി 29 കൂടെ വരുന്ന വർഷം അല്ലെ. അപ്പൊ ലീപ്പ് ഇയർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ, ഇപ്പൊ 2024 അല്ലെങ്കിൽ 2025 ഈ വർഷങ്ങൾ ലീപ്പ് ഇയർ ആണെന്ന് അറിയാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ 2024നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അതൊരു ലീപ്പ് ഇയർ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ 2024 മൊത്തത്തിനെ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് 2 നമ്പർ എടുക്കുക, അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. മനസ്സിലായോ? ഇപ്പൊ 24 ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായതുകൊണ്ട് നമുക്ക് പറയാം 2024 ഡിവിസിബിൾ ബൈ 4 ആണ്. അതേപോലെ 2025 നോക്കുമ്പോൾ ലാസ്റ്റ് ഒരു ഡിജിറ്റ് 25 എടുത്ത് നോക്കി, ഡിവിസിബിൾ ബൈ 4 ആണോ? അല്ല. സോ 2025 എന്ന് പറയുന്ന നമ്പർ തന്നെ ഡിവിസിബിൾ ബൈ 4 അല്ല, അതൊരു ലീപ്പ് ഇയർ അല്ല. ക്ലിയർ ആണോ? അതേപോലെ ഡിവിസിബിലിറ്റി ബൈ 8 നോക്കാം. അതെങ്ങനെയാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞു ഡിവിസിബിൾ ബൈ 2ന്റെ കാര്യം പറഞ്ഞത് ലാസ്റ്റ് ഡിജിറ്റ് 0യോ ഈവൻ നമ്പറോ. ഡിവിസിബിലിറ്റി ബൈ 4 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്പർ 0യോ അല്ലെങ്കിൽ ലാസ്റ്റ് നമ്പർ അല്ല, ലാസ്റ്റ് 2 ഡിജിറ്റ് 0യോ അല്ലെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കണം,
ഈ 0 ആയിരിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 4 ആയിരിക്കണം. അതേപോലെ 8 എന്ന് വെച്ചാൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 0യോ അല്ലെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 8 ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ 2 4 3 7 8 2 4. ഈ ഒരു നമ്പർ നോക്കിയേ, ഇത്രയും വലിയ നമ്പർ ഡിവിസിബിൾ ബൈ 8 ആണോ എന്നറിയാം. നമ്മൾ ഇതെല്ലാം കൂടെ ഇതിലൂടെ ഡിവൈഡ് ചെയ്യണ്ട, ലാസ്റ്റ് 3 ഡിജിറ്റ് എടുക്കുക, അതിനെ മാത്രം 8 ഉണ്ടെന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ ഡിവിസിബിൾ ബൈ 8 ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ലാസ്റ്റ് ഡിജിറ്റ് 3, ലാസ്റ്റ് 3 ഡിജിറ്റ് 3 എണ്ണം 0 ആണെന്നുണ്ടെങ്കിൽ അതും ഡിവിസിബിൾ ബൈ 8 ആണ്. അപ്പൊ ഈ 2 4 8 ഇത് ഒരുപോലെ പഠിച്ചു വെച്ചേക്കുക. 2 ലാസ്റ്റ് ഡിജിറ്റ്, 4 ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റിന്റെ കാര്യം, 8 ആണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റിന്റെ കാര്യം. ഓക്കെ, നെക്സ്റ്റ് ഡിവിസിബിൾ ബൈ 5 നോക്കാം. അത് വളരെ സിമ്പിൾ ആണ്. 5ഉം 10ഉം എന്താണ് ഡിവിസിബിൾ ബൈ 5 എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 5. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡിവിസിബിൾ ബൈ 5 നോക്കാൻ എന്താ, ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ ആണെങ്കിൽ ആ നമ്പർ ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. ഇനി ഡിവിസിബിലിറ്റി ബൈ 10 എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 0 എന്താണ് ഡിവിസിബിൾ ബൈ 10 ആയിരിക്കും. അതും എല്ലാവർക്കും അറിയാം. ഇനി ഡിവിസിബിലിറ്റി ബൈ 11 അത് നമുക്ക് പഠിക്കാം. അതിനെങ്ങനെയാന്ന് വെച്ചാൽ ഓക്കെ 2 4 3 1 ഇങ്ങനെ ഒരു നമ്പർ കണ്ടു, അല്ലെങ്കിൽ 1 3 3 1 ഇങ്ങനെ നമ്പർ വന്നാൽ ഇതിന് 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുന്നത് ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സം എടുക്കുക. ഫോർ എക്സാമ്പിൾ ഈ ഫസ്റ്റും ദെൻ ഒരെണ്ണം വിട്ടിട്ട് അടുത്തത്, ഇതിന്റെ രണ്ടും കൂടെ സം എടുക്കുക, എന്ത് വന്നു 5. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ സം എടുക്കുക, എന്ത് വന്നു 5. ഓക്കെ, ഈ സമ്മിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കുക. എന്താണ് ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സം എടുത്തിട്ട് അതിന്റെ ആ സമ്മുകളുടെ ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസ് 0യോ അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വന്നാൽ ഈ നമ്പർ ഡിവിസിബിൾ ബൈ 11 ആണ്. ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ഡിഫറൻസ് 5 ഡിഫറൻസ് 0 അല്ലേ വന്നത്. അപ്പൊ ഈ നമ്പർ 2 4 3 1 എന്ന് പറഞ്ഞ നമ്പർ ഡിവിസിബിൾ ബൈ എന്താണ് 11 ആണ്. ഇനി 1 3 3 1 എടുത്ത് നോക്കിയേ, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡിജിറ്റ്സിനെ നമ്മൾ സം എടുത്തു 3 + 1 4. ഇവിടെ നമ്മൾ സം എടുത്തു 3 + 1 4. ഇവിടെ എന്താ ഡിഫറൻസ് 0 ആണ് വന്നത്. ദാറ്റ് മീൻസ് ഈ നമ്പർ ഡിവിസിബിൾ ബൈ 11 ആണ്. മനസ്സിലായോ? ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സം എടുത്തിട്ട് നമ്മൾ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ആ ഡിഫറൻസ് 0യോ അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 11ഓ ആയിരിക്കണം. ക്ലിയർ ആണോ? ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് 9 7 4 1 4 7 1 9 അങ്ങനെ ഒരു നമ്പർ. ഈ നമ്പർ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് 11 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ്ട് ഓൾട്ടർനേറ്റ് പൊസിഷന്റെ സം എടുക്കുക. 9 + 7 16 4 + 1 5. ഓക്കെ, സെയിം ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് 0 നമുക്കറിയാം. അല്ലാത്ത പക്ഷെ നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കണം. എന്ത് വരും, 16 - 5 നമുക്ക് 11 എന്ന് വന്നു അല്ലെ. 11 ആണ്. അതായത് ഡിഫറൻസ് എടുക്കുന്നത് 0യോ അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 11 കിട്ടി. ദാറ്റ് മീൻസ് ഈ 4 7 1 9 എന്താണ് ഡിവിസിബിൾ ബൈ 11. ക്ലിയർ ആണോ? അപ്പൊ 11ന്റെ ഡിവിസിബിലിറ്റി നോക്കുന്നത് ഒരു നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സമ്മിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 0യോ അല്ലെങ്കിൽ ആ കിട്ടുന്ന ഡിഫറൻസ് ഡിവിസിബിൾ ബൈ 11 ആയിരിക്കാം. ക്ലിയർ ആണോ? അപ്പൊ 5 പഠിച്ചു, 10 പഠിച്ചു, 11 അല്ലെ, 2 4 8 അങ്ങനെ ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് വരുന്നത് നെക്സ്റ്റ് നമുക്ക് 3ഉം 9ഉം. അത് നല്ല ഇമ്പോർട്ടന്റ് ആണ്. 3ഉം 9ഉം ഓക്കെ. 3ഉം 9ഉം എങ്ങനെയാ നോക്കേണ്ടത്? 3 സം ഓഫ് ഡിജിറ്റ്സ് ഈസ് ഡിവിസിബിൾ ബൈ 3. അതായത് നമ്മൾ ഒരു ഡിജിറ്റ് എടുക്കും, 2 4 3 2 ഇങ്ങനെ ഒരു ഡിജിറ്റ് എടുത്തിട്ട് ഇതിന്റെ എന്ത് ചെയ്യണം, സമ്മ് ചെയ്ത് നോക്കാം. ഇപ്പൊ നോക്കിയേ, അല്ലെങ്കിൽ 2 4 6 243 അല്ലെങ്കിൽ 2 4 3 2 ഏതെങ്കിലും ആയിക്കോട്ടെ. ഒരു ഡിജിറ്റ് ഒരു നമ്പർ തന്നാൽ അതിന്റെ ഡിജിറ്റ്സിന്റെ സം എടുക്കുക. ഫോർ എക്സാമ്പിൾ 4 + 3 7 7 + 2 9.
അത് ആ കിട്ടിയ സമ്മ് 3ക്ക് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. 9 ഡിവിസിബിൾ ബൈ 3 അല്ലേ? സോ 243 ഇസ് ഡിവിസിബിൾ ബൈ 3 ആണ്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 2 + 4 6, 6 + 3 9, 9 + 2 11 ആണ്. സമ്മ് ഡിവിസിബിൾ ബൈ 9 ആണോ? അല്ല. സോ ഇത് അല്ല 9 അല്ല, ഡിവിസിബിൾ ബൈ 3 ആണോ? അല്ല. സോ ഇത് 2432 എന്തല്ല, ഡിവിസിബിൾ ബൈ 3 അല്ല. ക്ലിയർ ആണോ? അതേപോലാണ് ഡിവിസിബിലിറ്റി ബൈ 9 എന്ന് പറയുന്നത്. അതായത് സം ഓഫ് ഡിജിറ്റ്സ് ഈസ് എന്താണ്, ഡിവിസിബിൾ ബൈ 9 ആണോ നോക്കുക. അതായത് ഇപ്പൊ നമ്മൾ 2 4 3 9 7 1 ഇങ്ങനെ ഒരു നമ്പർ വന്നു. ഓക്കെ, അപ്പൊ എന്താ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, സം ഓഫ് ഡിജിറ്റ്സ് എടുത്ത് നോക്കുക. നോക്കിയേ, ആ സം ഓഫ് ഡിജിറ്റ്സ് 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3 ഉം 9 നമുക്ക് ഒരേപോലെ പറയാം. ഒരു നമ്പറിന്റെ ഡിജിറ്റ്സിന്റെ സം എടുക്കുന്നത് ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ ആ നമ്പർ ഡിവിസിബിൾ ബൈ 3 ആണെന്ന് പറയാം. ഇനി ഒരു നമ്പറിന്റെ ഡിജിറ്റ്സിന്റെ സം എടുക്കുന്നത് ഡിവിസിബിൾ ബൈ 9 ആണെങ്കിൽ നമുക്ക് പറയാം അത് എന്താണ്, ഡിവിസിബിൾ ബൈ 9 ആണെന്ന്. ക്ലിയർ ആണോ? ഇനി ഇപ്പൊ ഈ നമ്പർ ഒന്ന് നമ്മൾ നോക്കിയേ, 12,000 അല്ല, നോക്കണം, 12,43,971 ഇങ്ങനെ ഒരു നമ്പർ. ഈ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി, ഇത്രയും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, 9 എടുക്കുക, എല്ലാം കൂടെ സം ചെയ്യുക. അതായത് 9ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 9 9കളെ ഒന്ന് ഇതെല്ലാം കൂടെ സം ചെയ്യുന്നതും അതേപോലെ തന്നെ. ഇപ്പൊ ഞാൻ ഇത്ര ഒരു വലിയ നമ്പർ ഇട്ട് കാണിച്ചതാണ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്. നോക്കിയേ, ഇത്രയും ഒരു വലിയ നമ്പർ തന്നിട്ട് നമ്മൾ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ, ഇത് ഈ നമ്പേഴ്സിന്റെ എല്ലാം കൂടെ സം എടുക്കേണ്ട കാര്യമില്ല. ഓരോ 9നെ, അതായത് 9ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക, 9ന് എത്ര 9കൾ ഉണ്ടെന്ന് നോക്കിയാൽ പോരാ. ഇതിനകത്ത് ഇങ്ങനെ ഒരു 9 ഞാൻ വെട്ടി, 7 × 2 9 വെട്ടി, 4 + 3 4 ഉം 3 ഉം 7 8 9, അതായത് 3 9 ഉണ്ട്, 9 3 27 എന്ന് വരും. ഇതിന്റെ എല്ലാം കൂടെ സം എടുത്താൽ 27 എന്നാ കിട്ടുന്നത് അല്ലെ. അപ്പൊ ആ 27 ഡിവിസിബിൾ ബൈ 9 ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ എന്താ അങ്ങനെ വെട്ടിയെന്ന് മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടെ ഒരു ചെറിയൊരു നമ്പർ വെച്ച് പറയാം. ഇപ്പൊ 729 ഈ നമ്പർ ഡിവിസിബിൾ ബൈ 9 ആണോ നോക്കാൻ ഞാൻ പറഞ്ഞു, ഇതിന്റെ ഈ ഡിജിറ്റ്സിന്റെ എല്ലാം കൂടെ സം എടുത്താൽ മതിയെന്ന്. ഓക്കെ, സം എടുക്കുമ്പോൾ നോക്കിയോ, 7 + 2 9, 9 + 9 18. അങ്ങനെ നമ്മൾ അത്രയും കൂടെ സം ചെയ്യണം എന്നില്ല. ഓരോ 9കൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇപ്പൊ 729 ഒരു 9 ഉണ്ട്. ഇനി അടുത്തൊരു 9 ഉണ്ടാക്കിയേ, 7 + 2 9. ഓക്കെ, അപ്പൊ 2 9 കിട്ടി. ഈ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രേ ഉള്ളൂ. 3 കൊണ്ട് 9 കൊണ്ട് നോക്കുന്നത് എങ്ങനെ, സം ഓഫ് ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ ആ നമ്പർ ഡിവിസിബിൾ ബൈ 3 ആണ്. സം ഓഫ് ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 9 ആണെങ്കിൽ ആ നമ്പർ ഡിവിസിബിൾ ബൈ 9 ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമുക്ക് 6ന്റെ ഡിവിസിബിലിറ്റി നോക്കാം. 6ന്റെ ഡിവിസിബിലിറ്റി വളരെ എളുപ്പമാണ്. ഇപ്പൊ ഒരു നമ്പർ, നമ്മളിപ്പം ഒരു നമ്പർ കണ്ടാൽ 7 2 3 7 2 3 ഓക്കെ 7 2 3 ഇങ്ങനെ ഒരു നമ്പർ. ഈ ഒരു നമ്പർ അല്ലെങ്കിൽ അതേപോലെ തന്നെ 7 1 ഫോർ എക്സാമ്പിൾ എടുക്കട്ടെ, 7 3 2. ഓക്കെ, ഈ നമ്പർ 723 732. അപ്പൊ എന്താ, 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 × 3 ആണ് അല്ലെ. 6 എന്ന് പറഞ്ഞാൽ 2 × 3 ആണ്. ഒരു നമ്പറിനെ 2 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ 6 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. മനസ്സിലായോ? ഒരു നമ്പർ 2 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ 6 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ 723 നോക്കുക, അത് 2 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ അല്ല, സോ ഇറ്റ് നോട്ട് ഡിവിസിബിൾ ബൈ 2. അതുകൊണ്ട് തന്നെ ഈ നമ്പർ 6 കൊണ്ടും ഡിവിസിബിൾ അല്ല. ഇവിടെ നമ്മൾ നോക്കി, ഓക്കെ 2 ഈവൻ നമ്പർ ആണ്, അപ്പൊ ഡിവിസിബിൾ ബൈ 2 ആണ്. ഇനി നമുക്ക് 3യുടെ ഡിവിസിബിലിറ്റി നോക്കണം. അതിന് എന്ത് ചെയ്യണം, ഇതിന്റെ എല്ലാം കൂടെ സം എടുക്കണം. 7 + 3 10, 10 + 2 12. ഓക്കെ, ഡിവിസിബിൾ ബൈ 3 ആണ്. രണ്ട് ഓക്കെ ആയതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 6 ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഈ നമ്പർ 6 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കുന്നത് എങ്ങനെ, ഡിവിസിബിൾ ബൈ 2 ആണോ 3 ആണോ നോക്കുക. അതേപോലെ ഡിവിസിബിലിറ്റി ബൈ 7. അപ്പൊ ഇത് ഞാൻ അത്രയും അത്യാവശ്യമായിട്ട് പറയുന്നില്ല, ഡിവിസിബിൾ ബൈ 7 നോക്കാൻ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ജസ്റ്റ് ഇത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് 7 കൂടെ പറയണു എന്നുള്ളതേ ഉള്ളൂ. നോക്കിയേ, 343. ഓക്കെ, അതിന്റെ സ്റ്റെപ്പ് എങ്ങനെ, ഇതിന് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റെപ്പ് ഇൻ കേസ് ഓർമ്മയില്ലെങ്കിൽ പോലും നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ നോക്കിയാലും മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം.
നമ്മൾ ഇത്രയും ഞാൻ പറഞ്ഞതാണ് വളരെ ഇമ്പോർട്ടന്റ്. അതായത് 11, 3, 9, അതേപോലെ 2, 4 ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത് അത്രയും നമ്പേഴ്സ് ആണ്. ഓക്കെ, അത് മറക്കരുത്. 7ന്റെയും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു തരാം. 7ന് ഒരു സ്റ്റെപ്പാണ്. ഒരു നമ്പർ തന്നാൽ അത് 7 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, അതിന്റെ 2 ഇരട്ടി അല്ലെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ, അത് എത്ര ആണോ അത്രയും റിമൈനിങ് നമ്പേഴ്സിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പം നമ്മളിവിടെ ഇപ്പൊ എന്തെന്ന് 14 വന്നു, ഇവിടെ 8, 28 അങ്ങനെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഡിവിസിബിൾ ബൈ 7ന്റെ ഒരു നമ്പർ കാണുവാണ്. നമ്മുടെ റിസൾട്ട് ഡിവിസിബിൾ ബൈ 7 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ നമ്പർ ഡിവിസിബിൾ ബൈ 7 ആണ്. ക്ലിയർ ആണോ? സ്റ്റെപ്പ് ലാസ്റ്റ് ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടിയ പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? റിമൈനിങ് നമ്പേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിർത്താം. ഇനി നമുക്കത് ഇൻ കേസ് നമുക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ബാക്കി വീണ്ടും അതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ വേറൊരു നമ്പർ ഇട്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് ഡിജിറ്റ് എടുത്തു, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 18 എന്ന് കിട്ടി. ആ 18 റിമൈനിങ് നമ്പേഴ്സിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തേ 1 വന്നു, 6 വന്നു, 1 വന്നു, 161. ഓക്കെ, അപ്പൊ അത് നമ്മൾക്ക് 7ന്റെ നമ്മൾ ടേബിളിനകത്ത് നമ്മൾ പഠിക്കുന്നൊന്നുമല്ലല്ലോ. സോ നമ്മൾ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, റിമൈനിങ് ഡിജിറ്റ്സിൽ നിന്ന് മൈനസ് ചെയ്യുന്നു, 40. ഓക്കെ, അങ്ങനെ നമുക്ക് 7ന്റെ മനസ്സിലാവുന്ന മൾട്ടിപ്പിൾ നമുക്ക് കിട്ടിയില്ലേ? സോ നമുക്ക് പറയാൻ സാധിക്കും എന്താ? ഈ നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന്. മനസ്സിലായോ? ഇൻ കേസ് നമുക്കിപ്പോ ഇവിടെ കിട്ടുന്ന ഒരു റിമൈനർ വന്നിട്ട് 1, 3 എന്നോ അല്ലെങ്കിൽ 20 എന്നോ ഇങ്ങനെയൊക്കെയാണ് വന്നെങ്കിൽ നമുക്ക് പറയാം ഈ നമ്പർ ഡിവിസിബിൾ ബൈ 7 അല്ല. സ്റ്റെപ്പ് മനസ്സിലായോ? ഡബിൾ ദ ലാസ്റ്റ് ഡിജിറ്റ് ആൻഡ് സബ്ട്രാക്ട് ഇറ്റ് ഫ്രം ദ റിമൈനിങ് നമ്പേഴ്സ്. ഇഫ് ദ റിസൾട്ട് ഈസ് ഡിവിസിബിൾ ബൈ 7, അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് 7 അല്ലെങ്കിൽ 7ന്റെ ഡിവിസിബിളോ ആണെങ്കിൽ ഒറിജിനൽ നമ്പർ ഡിവിസിബിൾ ബൈ 7 ആണ്. ക്ലിയർ ആണോ? അപ്പൊ 7ന്റെയും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ 3, 9, 11 അതേപോലെ 2, 4, 8 അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കി. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തരത്തിലും ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9? ഈ തന്നിരിക്കുന്നതിൽ 9 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്തത് ഏതാണെന്നാണ് കഴിയുന്നത്. നോക്കുക, ഇത്രയും വലിയ നമ്പർ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ സം ഓഫ് ഡിജിറ്റ്സ് ഇതെല്ലാം കൂടി ഇങ്ങനെ, അതായത് ഇപ്പം നമുക്ക് പറയാം 4 + 9 13, 13 + 1 14, 14 + 4 18 അല്ലെ? അങ്ങനെ അങ്ങനെ തന്നെ ആഡ് ചെയ്യണമെന്നില്ല. അതിനാണ് ഞാൻ മറ്റൊരു എളുപ്പമാർഗം പറഞ്ഞത്, 9കൾ എടുക്കുക. അതായത് ഇപ്പൊ ഇവിടെ ഒരു 9 ഉണ്ട്, അത് വെട്ടി, ഇനി ബാക്കി ഒരു 9 ആക്കിയ 4ഉം 4 8, 8 + 1 9. ഓക്കെ, അപ്പൊ ഇത് 3ഉം വെട്ടി, അതിനകത്ത് ഇത് ഡിവിസിബിൾ ബൈ 9 ആണ്. ഇനി അടുത്തത് നോക്കിയേ, അതേപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ 7ഉം 2ഉം ഒരു 9 ആണ്. ദെൻ ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ, അതായത് അതിനകത്ത് ഉണ്ടാവണമെന്നില്ല, ഇല്ലാത്തപ്പോ ബാക്കി എടുക്കും. അപ്പൊ ഇത് എത്ര? നമ്മൾ 9 വെട്ടി. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. 7ഉം 8ഉം 15, 15 + 3 18. ഓക്കെ, അപ്പൊ 18 ആയി. അത് 9ന്റെ ഡിവിസിബിൾ അല്ലേ? അപ്പൊ ഇത് 9ന്റെ ഡിവിസിബിൾ ആണ്. അടുത്ത നോക്ക്, 5ഉം 3ഉം 8, 8ഉം 2ഉം 10, 10ഉം പിന്നെ വന്നിട്ട് ഈ 5ഉം 3ഉം കൂടെ 8, 80. ഓക്കെ, അപ്പൊ ഇതും ഡിവിസിബിൾ ആണ്. അപ്പൊ ഇതായിരിക്കുമല്ലോ ഡിവിസിബിൾ അല്ലാത്തത്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയോ, 4ഉം 5ഉം ഒരു 9 വെട്ടി, വീണ്ടും ഒരു 9 വെട്ടി, ബാക്കി 3 അല്ലെ? അപ്പൊ 3 ആയിട്ട് കിടക്കുവാണ്. അതായത് ഇത്രയുള്ള ഉദ്ദേശിക്കുന്നത് ഈ 9ഉം ഈ 9ഉം കൂടെ 18, 18 + 3 21 വന്നിട്ട് സം ഓഫ് ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 9 അല്ല. അപ്പൊ ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഡിവിസിബിൾ ആവാത്തത്. അതായത് ഈ തന്നിരിക്കുന്നത് ഡിവിസിബിൾ ആവാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ്, find the least number to be added to 1739 so that it is exactly divisible by 11. Exactly divisible ആവുന്നത് 11 കൊണ്ട്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാൽ ഓരോ ഓപ്ഷൻസ് എടുക്കുക. 1739 ഇതിന്റെ കൂടെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ 11 ഇടുവാണെങ്കിൽ നമുക്ക് എന്താ വരുന്നത്? 10, 5, 7, 1. ഇത് ഡിവിസിബിൾ ബൈ 11 ആണോ? നോക്കിയേ, അല്ല അല്ലെ? ഇവിടെ വന്നിട്ട് 6ഉം ഇത് 7ഉം ആണ്. ഡിഫറൻസ് 0യും കിട്ടിയില്ല, അതായത് ഡിവിസിബിൾ ബൈ 9ഉം അല്ല. അടുത്തത് 2 എടുക്കുവാണെങ്കിൽ 1, 7 എന്തുവരും? 39 + 2 41. ഓക്കെ, ഇവിടെ നമ്മൾ സം ഓഫ് ഡിജിറ്റ്സ് എടുത്ത് നോക്കി, ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സം എടുത്ത് നോക്കിയേ, 8, ഇത് 5 അല്ലെ? ദാറ്റ് ഈസ് 8 + 5 8 - 5 3. അപ്പൊ ഇതും അല്ല. ഇനി 1 എടുത്ത് നോക്കിയാൽ 1740. ഇതാണോ? ഇതും അല്ല. ഓക്കെ,
ഇനി അടുത്തത് 1739 പ്ലസ് 10, അതായത് 1749. ചെയ്ത് നോക്കിയേ. 9ഉം 7ഉം 16ഉം 4ഉം 1ഉം 5, അതായത് 16 - 5 നമുക്ക് 11 കിട്ടി. അതായത് ആ ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സമ്മിന്റെ ഡിഫറൻസ് 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടി. സോ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് ഡിവിസിബിൾ ബൈ 11 ആയത്? 10 ആഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവിസിബിലിറ്റി. ഇനി കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഒന്ന് ഒരു സിംപ്ലിഫിക്കേഷൻസും കാൽക്കുലേഷൻസും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, ഇവിടെ ഒരു ഫ്രാക്ഷനും വന്നിട്ടുണ്ട്, ഡിവിഷനും വന്നിട്ടുണ്ട് അല്ലെ. എങ്ങനെയാ ചെയ്യേണ്ടത്? 27/21 ഡിവൈഡ് ബൈ 9/7. എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? ഇപ്പൊ A/B ഡിവൈഡ് ബൈ C/D എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? A/B ഇൻറ്റു D/C അല്ലെ. റെസിപ്രോക്കൽ എടുത്ത് നമുക്ക് മൾട്ടിപ്ലൈ ആണ്. മനസ്സിലായോ? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ എങ്ങനെ ചെയ്യാം? 27/21 ഇൻറ്റു 7/9 അല്ലെ. ഇനി എന്താ? ഡിവൈഡ് ബൈ 3/5 എന്ന് പറയുമ്പോൾ ഇൻറ്റു വീണ്ടും എന്താ? റെസിപ്രോക്കൽ എടുക്കുന്നു. 5/. ഇനി കട്ട് ചെയ്യാനുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് 9ഉം 27ഉം കൂടെ കട്ട് ചെയ്ത് ഇവിടെ 3 ആയി. ഈ 3യും കൂടെ കട്ട് ചെയ്തു. ദെൻ 7ഉം 27ഉം കൂടെ കട്ട് ചെയ്ത് ഇവിടെ 3 ആയി. സോ ആൻസർ വന്നിട്ട് ബാക്കി എന്ത് വന്നു? 5/3. ഓപ്ഷൻ ബി 5/3. നെക്സ്റ്റ്, ഇനി ഇതെന്താ? മിക്സഡ് ഫ്രാക്ഷൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്? A/B/C എന്നുള്ളൊരു മിക്സഡ് ഫ്രാക്ഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? A ഇൻറ്റു C പ്ലസ് B/C ആണ് അല്ലെ. A ഇൻറ്റു C പ്ലസ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ ന്യൂമറേറ്ററോട് ആഡ് ചെയ്യുക, ബൈ ദാറ്റ് ഡിനോമിനേറ്റർ. A ഇൻറ്റു C പ്ലസ് B/C ആണ്. സോ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 4 1/3 എന്നാൽ 4 ഇൻറ്റു 3 12, 12 പ്ലസ് 1 13, 13/3 പ്ലസ് 5 ഇൻറ്റു 2 10, 10 പ്ലസ് 1 11, 11/2 പ്ലസ് 3 1/2 എന്ത് വരും? 6, 6 പ്ലസ് 1 7/2 അല്ലെ. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക അല്ലെ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ? ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 13/3 പ്ലസ് 11 പ്ലസ് 7 18/2. ഓക്കെ, ഇനി എന്താ? ക്രോസ് ചെയ്ത് ചെയ്യുക. 13 ഇൻറ്റു 2 26 പ്ലസ് 18 ഇൻറ്റു 3 54/3 ഇൻറ്റു 2. ഓക്കെ, ഇതറിയാമല്ലോ. ഇപ്പൊ നമ്മൾ A/B പ്ലസ് C/D ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ എന്താ? നമ്മൾ ക്രോസ് ചെയ്യും. ഓക്കെ, രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ LCM എടുത്തിട്ട് ചെയ്യാം. നമ്മൾ LCM എടുക്കുന്ന LCM എങ്ങനെയാണെന്ന് പറയുന്ന സമയത്ത് അതും കൂടെ ചെയ്ത് കാണിക്കാം. A ഇൻറ്റു D പ്ലസ് B ഇൻറ്റു C ബൈ B ഇൻറ്റു D അല്ലെ. A ഇൻറ്റു D പ്ലസ് B ഇൻറ്റു C ബൈ B ഇൻറ്റു D. ക്ലിയർ അല്ലേ? അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെയും ചെയ്യാം. 10 6 80/6. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്യുവാണെങ്കിൽ 2 വെച്ച് കട്ട് ചെയ്താൽ എന്ത് വരും? 40/3. നോക്കി, നമ്മൾ എങ്ങനെയാണോ ആൻസർ കിടക്കുന്നത്? മിക്സഡ് ഫ്രാക്ഷനിലാണ് ആൻസർ കിടക്കുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെയാ ഫ്രാക്ഷൻ ആക്കുന്നതെന്ന് പഠിച്ചു. A ഇൻറ്റു C എന്താണ്? പ്ലസ് B/C. ഒരു രീതിയിലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് ഇങ്ങനെ മാറ്റി നോക്കാം. ഓപ്ഷനിൽ നിന്ന് ഓരോന്നിനോ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നു. 12 ഇൻറ്റു 6 എന്തോരും? 12 ഇൻറ്റു 6 ചെയ്താൽ 72 പ്ലസ് 3 74/6 എന്ന് വരും അല്ലെ. ഇനി നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. അതേപോലെ 13 ഇൻറ്റു 3 39 പ്ലസ് 1 40/3. അപ്പൊ ഇതാണ് ഓപ്ഷൻ. അത് നമുക്ക് മനസ്സിലായി. അങ്ങനെ വേണമെങ്കിൽ ഒരു രീതി എടുക്കാം. അല്ലെങ്കിൽ ഈ ഫ്രാക്ഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് ഈ മിക്സഡ് ഫ്രാക്ഷൻ എഴുതാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കാം. 40/3 എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഡിവിഷൻ ചെയ്യുക. നമ്മൾ സാധാരണ ഡിവിഷൻ ചെയ്യുന്നത് പോലെ 40 ഡിവൈഡ് ബൈ 3 ചെയ്ത് റിമൈൻഡർ വരെ കണ്ടുപിടിക്കാം. ചെയ്തേ. ഇവിടെ ഇപ്പൊ നമുക്ക് 1 എഴുതാം. സോ ഇവിടെ 3 വന്നു, ഇവിടെ 10 ആയി, വീണ്ടും ഇവിടെ 3, ഇവിടെ 9 1 അല്ലെ. ഇതാണ് നമ്മുടെ ക്വോഷ്യൻ. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് നമ്മൾ പറയും അല്ലെ. ഇതെന്താണ്? ഡിവൈസർ. നമ്മൾ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഡിവൈസർ എന്ന് പറയും. ഇത് ഡിവിഡന്റ്. ഓക്കെ, ജസ്റ്റ് ഇവിടെ പറഞ്ഞാണ്, നമുക്ക് ഇപ്പൊ ഇവിടെ ആവശ്യമില്ല. ഇതെന്താണ്? റിമൈൻഡർ. നമുക്ക് ആ ശിഷ്ടം വരുന്നതാണ്. എന്താണ്? ശിഷ്ടമാണ് റിമൈൻഡർ. ഇനി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ എഴുതാമെന്ന് ചോദിച്ചാൽ ആൻസർ അല്ലെങ്കിൽ ക്വോഷ്യന്റ് ആദ്യം എഴുതുക, ദെൻ റിമൈൻഡർ എഴുതുക ബൈ ഡിവൈസർ.
മറക്കരുത്. കോഷ്യന്റ് എഴുതുക, ദെൻ റിമൈൻഡർ ബൈ ഡിവൈസർ. അപ്പൊ 40/3 എങ്ങനെ എഴുതാം? കോഷ്യന്റ് എത്രയാണ്? 13. ദെൻ റിമൈൻഡർ 1, ഡിവൈസർ 3 അല്ലെ? 13 1/3. ക്ലിയർ ആണോ? ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും പലയിടത്തും. അതായത് മിക്ക ക്വസ്റ്റ്യനുകളും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫ്രാക്ഷൻ ആയിട്ട് കിട്ടും. നമ്മുടെ ഓപ്ഷൻ അത് എങ്ങനെയാണോ ഓപ്ഷൻ കിടക്കുന്നത് അതേപോലെ നമ്മൾ മാർക്ക് ചെയ്യാം. 40/3 എന്നാണ് കിടക്കുന്നെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യുക. ഇനി ഡെസിമൽ 13 പോയിന്റ് സംതിങ് അങ്ങനെ ഡെസിമലിലാണ് കിടക്കുന്നെങ്കിൽ നമ്മൾ അത് മാർക്ക് ചെയ്യുക. അല്ല മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ അതുപോലെ മാർക്ക് ചെയ്യാം. മിക്കപ്പോഴും നമുക്ക് ഈ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് കിട്ടാറുണ്ട്. അപ്പൊ മിക്സഡ് ഫ്രാക്ഷനെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കുന്നതെന്നും ഫ്രാക്ഷനെ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാന്നും പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് ഇതെന്താ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പോയിന്റ് ഡെസിമലിന്റെ സം ചെയ്യാനായിട്ട് എങ്ങനെയാ ചെയ്യേണ്ടത്? 8.56. ഇനി എന്താ ഇവിടെ 4 പോയിന്റ് എങ്ങനെ ഈ ഓർഡറിൽ എഴുതുന്ന അറിയാമല്ലോ. 3 6 7 8. ഇനി 11 ഇവിടെ ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് അല്ലെ? ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പോകും. 11.2 ഇവിടെ ആണെങ്കിൽ ഈ ഒരു ഓർഡറിലാണ് എഴുതി പോകുന്നത് ഡെസിമലിന് ശേഷം. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ച് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 8 7 12 8 10 11 8 2 10 14 24.1278. ഓക്കെ, ഡെസിമൽസിന്റെ അഡീഷൻ. അടുത്ത് ഡെസിമൽ ആയിട്ട് തന്നെ തന്നിട്ട് അതിന്റെ ഒരു എന്താണ് ഡിവിഷൻ പോലെ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എന്താണ് ഡെസിമല് മാറ്റുക അല്ലെ? ഡെസിമല് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? ഡെസിമല് മാറ്റാൻ നമുക്ക് ഹൺഡ്രഡുകൾ അല്ലെങ്കിൽ സീറോസ് കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് 10ഓ 100ഓ 1000ഓ കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെ? അപ്പൊ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഈ 1.9 ഡെസിമല് മാറ്റാൻ നമുക്ക് വെറും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഒരു 10, അതായത് നമ്മൾ ഒരു കാര്യം ചെയ്താൽ ഡിനോമിനേറ്ററിൽ മാത്രം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ മാത്രമായിട്ട് നമുക്ക് ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം അതിന്റെ വാല്യൂ തന്നെ മാറിപ്പോകും. ഒരു ചേഞ്ചും വരാതെ ചെയ്യാൻ ചെയ്യുന്നത് നമ്മുടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ? അപ്പൊ ഇവിടുത്തെ ഡെസിമല് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 4 എണ്ണം ഉണ്ട്. സോ 1ന് ശേഷം 4 പൂജ്യം അല്ലെ? അതായത് 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ഇവിടുന്ന് ഈ ഡെസിമല് മാറത്തുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ അപ്പൊ ഇവിടെ 10 മതിയെങ്കിലും നമ്മൾ ഇവിടെ 10,000 ചെയ്യേണ്ട സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും അത്രയും തന്നെ ചെയ്യണം. അപ്പൊ എവിടാണോ ഡെസിമലേഷൻ കൂടുതലുള്ളത് അത്രയും സീറോസ് ഉള്ളത് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തുവരും? 76 ഒരു സീറോ കൊണ്ട് 19 ആ ഡെസിമൽ അതങ്ങ് മാറും. 19 ഇൻറ്റു പിന്നെന്താ 1000. ക്ലിയർ അല്ലേ? ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യുക. ഓക്കെ, 19 ഇൻറ്റു 76 ഡിവൈഡ് ബൈ 19 ചെയ്ത് നോക്കിയേ. 19 ഇൻറ്റു 4 ആണ് അല്ലെ? 36 3 76. അപ്പൊ ഇത് കട്ട് ചെയ്തപ്പോ ഇവിടെ 4 വന്നു. ഇനി 4/1000. ഇനി എന്താ? ഡെസിമലിലാണ് വീണ്ടും ആൻസർ കിടക്കുന്നത്. സോ നമ്മൾ ഡെസിമൽ ആക്കാം. എന്താ ചെയ്യേണ്ടത്? 1000 ചെയ്യാന്ന് വെച്ചാൽ ഡെസിമലിന് ശേഷം 1 2 3 4 ഡിജിറ്റ്സ് ഉണ്ടാക്കണം അല്ലെ? 1000 ചെയ്യുമ്പോൾ ഒരു 4 നമുക്ക് ഇവിടെ ഉണ്ട്, ബാക്കിയെല്ലാം 0. 0.0004 ഏതായിരുന്നത്? 3 0 അല്ലെ? 0.0004. ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, ഈ നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് എന്താണ് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡർ. അപ്പൊ അതെന്താണ്? ഇവിടെ ഫ്രാക്ഷൻ ആണ്. ഇനി എങ്ങനെയാണ് നമുക്കൊരു ഫ്രാക്ഷനെ കമ്പയർ ചെയ്ത് അതിലെ വലുതും ചെറുതും കണ്ടുപിടിക്കുന്നത് നോക്കാം. ഞാൻ 2 ഫ്രാക്ഷൻ എടുക്കുന്നു. 2/3 1/2. ഇങ്ങനെ 2 ഫ്രാക്ഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിനെ കമ്പയർ ചെയ്തിട്ട് ഏത് ഫ്രാക്ഷൻ ആണ്? ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പറയത്തില്ലേ 7ഉം 8ഉം, ഇതേതാ വലുത്? 8 ആണ് വലുത്, 7 ആണ് ചെറുത്, അങ്ങനെ പറയത്തില്ലേ? അതേപോലെ ഫ്രാക്ഷനിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് നമുക്ക് ഡിനോമിനേറ്ററിനെ സെയിം ആക്കാം. അതുപോലെ തന്നെ ആ പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ്. ഇങ്ങനെ ചെയ്താൽ മതി. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കിയേ, ക്രോസ് ആക്കിയിട്ട് 2 ഇൻറ്റു 2 ഇവിടെ 4 വന്നു. 3 ഇൻറ്റു 1 ഇവിടെ 3 വന്നു. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് എടുത്തല്ലേ? നമ്മൾ ക്രോസ് ആക്കി നമ്മൾ പ്രോഡക്റ്റ് എടുക്കും. ഇതിൽ ഏത് പ്രോഡക്റ്റ് ആണോ വലുത് ആ ഫ്രാക്ഷൻ ആണ് ലാർജസ്റ്റ് ഫ്രാക്ഷൻ. അപ്പൊ ഇതാണ് ലാർജസ്റ്റ്. സോ ഈ ഫ്രാക്ഷൻ ആണ് ലാർജസ്റ്റ്. 2/3ലും 1/2 എടുക്കുവാണെങ്കിലും 2/3 ആണ് ഗ്രേറ്റർ. ഇത് ചെറുതല്ലേ 3, അതുകൊണ്ട് ഇതല്ല. മനസ്സിലായോ? അപ്പൊ 2/3 ഗ്രേറ്റർ 1/2. നിങ്ങൾക്ക് പോയിന്റ് ആക്കി ഡെസിമൽ ആക്കിയിട്ടും ചെയ്ത് നോക്കാം. ഇപ്പൊ 2 ഡിവൈഡ് ബൈ 3 എന്നുള്ള രീതിയിൽ 0.6666 അങ്ങനെ വരും.
1/2 എന്ന് പറയുമ്പോൾ 0.5 അങ്ങനെ വരും. അപ്പൊ ഇതല്ലേ വലുതെന്ന് മനസ്സിലാവത്തില്ല, അങ്ങനെ ചെയ്യാം. പക്ഷെ ഡെസിമൽ ആക്കുന്നതിന്റെ പുറത്ത് ഇതേപോലെ ടെർമിനേറ്റിംഗ് അല്ല, ഇങ്ങനെ എന്താണ് ഇങ്ങനെ നീണ്ട് ടെർമിനേറ്റ് അല്ലാതെ പോത്തില്ലേ, നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ ആയിട്ട് വരുന്ന കേസിൽ നമുക്ക് ചില സമയം കണ്ടുപിടിക്കാൻ പാടായിരിക്കും. അതിലും അങ്ങനെ പോയിന്റ് ആക്കുന്നതിലും കുറച്ചുകൂടി എളുപ്പം എന്താണ്, ക്രോസ് ആക്കി. നിങ്ങൾ രണ്ട് രീതിയും ചെയ്ത് നോക്കുക. ക്രോസ് ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വലുതും ചെറുതും കണ്ടുപിടിക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷനിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. എന്ന് വെച്ചാൽ എന്താ, സ്മോൾ ടു ബിഗ് അല്ലെ, സ്മോളിൽ നിന്ന് ബിഗ് എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ അത് ചെയ്യാനുള്ള വഴി എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഓരോ രണ്ട് ഫ്രാക്ഷൻ വീതം എടുക്കാം. 2/3 1/2 ക്രോസ് ചെയ്തേ, ഇവിടെ 2, ഇവിടെ ഇവിടെ 4, ഇവിടെ 3. നമുക്ക് ഏറ്റവും ചെറുതാണ് ആദ്യം വേണ്ടത്. സോ നമുക്ക് ഇവിടെ ചെറുതെന്ന് മനസ്സിലാക്കിയത് 1/2 ആണ്. സോ ആ 1/2 അടുത്തതും എടുക്കുക, 4/5 ക്രോസ് ചെയ്തേ 5 8. ഏതാ ചെറുത്, 1/2 ആണ് അല്ലെ. സോ നമ്മൾ 1/2 അടുത്തത് 3/4 ക്രോസ് ചെയ്തേ, ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ 4, ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ 6. ഏതാ ചെറുത്, 1/2. സോ ആദ്യത്തത് 1/2 ആണ് കിട്ടി. ഓക്കെ, അത് നമുക്ക് ക്യാൻസൽ. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ഏതാണെന്നറിയാൻ എന്ത് ചെയ്യണം, അതേപോലെ ചെയ്തു വരിക. 2/3 4/5 കൂടെ ചെയ്യുക. 10 12. ഏതാ ചെറുത്, ഈ 10. സോ 2/3 ആണ് ചെറുത്. സോ 2/3 അടുത്ത ഫ്രാക്ഷൻ ആയ 3/4 എടുക്കുക അല്ലെ. അതാണ്ട് ഇത് 8, ഇത് 9. അപ്പൊ ഏതാ ചെറുത്, 2/3 ആണ് ചെറുത്. സോ നമുക്ക് എന്ത് കിട്ടും, രണ്ടാമത്തത് 2/3 ആണ്. ഓക്കെ, രണ്ടാമത്തത് കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ ഉള്ളൂ. 4/5 3/4 നോക്ക്, ഇവിടെ 16, ഇത് 15. ഏതാ ചെറുത്, 3/4 ആ ചെറുത്. സോ 3/4 അടുത്തത് 4/5. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. ഒന്നുകൂടെ പറയാം, നോക്കിയാൽ ആദ്യം നമ്മൾ അസെൻഡിങ് ഓർഡർ നമുക്ക് സ്മോൾ ടു ബിഗ് ആണ് എഴുതേണ്ടത്. ചില സമയത്ത് ഇങ്ങനെ പലതരം ഇതിന്റെ ഓപ്ഷൻസ് ഇങ്ങനെ കാണും, പല തരത്തിൽ അറേഞ്ച് ചെയ്തിട്ട് ഏതാണ് ഓപ്ഷൻ എടുക്കുക എന്ന് കാണും അത്. ഓക്കെ, അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത് വരുന്നത് ഏതാണ്, അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ്, അല്ലെങ്കിൽ സെക്കൻഡ് സ്മോളസ്റ്റ് ഏതാണ്, അല്ലെങ്കിൽ ലാർജസ്റ്റ് ഏതാണ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുന്നതല്ല, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടെണ്ണം എടുക്കുന്നു, ക്രോസ് ചെയ്യുന്നു, 4 3 അല്ലെ. സോ ഏറ്റവും ചെറുത് ഏതാണ്, 3 ആണ്, അതായത് 1/2. സോ 1/2 4/5 എടുക്കുമ്പോൾ ഇവിടെ 5, ഇവിടെ 8 എന്ത് വരും, ഇത് ചെറുത് വരും. സോ 1/2 3/4 എടുക്കുന്നു, ഇവിടെ 4, ഇവിടെ 8. അങ്ങനെ നമുക്ക് മനസ്സിലായി 1/2 ആണ് ഏറ്റവും ചെറുത്. അതിനുശേഷം നമ്മൾ അടുത്ത് എടുത്ത് നോക്കണം. 2/3 4/5 10 12 അല്ലെ. ഏറ്റവും ചെറുത് ഏതാണ്, 10 വരുന്നത്. സോ 2/3. സോ 2/3 3/4 8 9. അപ്പൊ 2/3 ചെറുത്. അപ്പൊ രണ്ടാമത് നമുക്ക് 2/3 കിട്ടി. അതിനുശേഷം അടുത്തത് 4/5 3/4 നോക്കുന്നു. ഇത് 16, ഇത് 15, ചെറുത് 3/4. 3/4 അടുത്തത് വരുന്നത് 4/5. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതേപോലെ ചോദിച്ചേക്കുവാണ്, അറേഞ്ച് ദ ഗിവൻ ഫ്രാക്ഷൻസ് ഇൻ ഡിക്രീസിങ് ഓർഡർ. ഡിക്രീസിങ് എന്നാൽ എന്താണ്, ബിഗ് ടു സ്മോൾ അല്ലെ, വലുതിൽ നിന്ന് ചെറുതിലോട്ട്, ബിഗ് ടു സ്മോൾ. ഓക്കെ, അപ്പൊ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. 7/8 8/9 എങ്ങനെ ചെയ്യാൻ, 7/8 എടുത്തു, 8/9 എടുത്തു. ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ 63 64. നമുക്ക് ഏറ്റവും വലുതാണ് ആദ്യം വേണ്ടത്. സോ ഞാൻ ഈ വലുതെടുത്തു, 8/9. ഇനി 8/9 9/10 എടുത്തു. ഇത് 80, ഇത് 80. ഏതാ വലുത്, 9/10. സോ ആദ്യം വരുന്നത് 9/10 ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. അപ്പൊ ഇത് രണ്ടും നമ്മൾ വെട്ടി ഓപ്ഷൻസ്. അടുത്തത് 9/8 കിട്ടിയല്ലേ. ഇനി ഇത് നമ്മൾ നേരത്തെ നോക്കിയതാ, 7/8 8/9. അതിൽ വലുത് ഏതാ, 64, അതായത് 8/9. സോ 8/9 അടുത്തത് 7/8. 9/10 8/9 7/8. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? ഡിക്രീസിങ് ഓർഡറിൽ എഴുതിയപ്പോ നമുക്ക് കിട്ടിയത് ഓപ്ഷൻ സി. അടുത്തത് LCM HCF കണ്ടുപിടിക്കുന്നതാണ് നോക്കുന്നത്. അതായത് നമ്മൾ കുറച്ച് നമ്പേഴ്സ് തന്നാൽ അതിന്റെ LCM എങ്ങനെ കാണാം, HCF എങ്ങനെ കാണാം, അത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. LCM HCF എന്നുള്ള ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്, അതിൽ നമുക്ക് അത് വേറെ പഠിക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് നമ്പേഴ്സിന്റെ LCM എങ്ങനെ കാണുന്നു, HCF എങ്ങനെ കാണുന്നു എന്നാ പറയുന്നത്. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലങ്ങളുടെ ഇടയിലൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ എടുത്താൽ 8 12
50. ഇങ്ങനെ 3 നമ്പേഴ്സ് ഞാൻ എടുത്തു. ഇതിന്റെ LCM കാണാൻ പോവുക. എങ്ങനെയാ കാണേണ്ടത്? നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ പല എന്താണ് ചെറിയ ക്ലാസ്സുകളോട് ചെയ്യുന്നത് എങ്ങനെയാണ്? കോമൺ ഉള്ളത് എടുക്കുക. അതെങ്ങനെ എടുക്കുന്നത്? മിനിമം 2 നമ്പറിനെങ്കിലും കോമൺ ഉള്ളത് എടുക്കുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 2 എടുക്കാം, അതേപോലെ തന്നെ 3 എടുക്കാം. എങ്ങനെ? 8നും 12നും കോമൺ ആയിട്ട് 2 ഉണ്ട്, 12നും 15നും കോമൺ ആയിട്ട് 3 ഉണ്ട്. സോ നിങ്ങൾക്ക് 2 വേണമെങ്കിൽ എടുക്കാം, അതേപോലെ തന്നെ 3 വേണമെങ്കിലും എടുക്കാം. അതാണ് മിനിമം 2 നമ്പറിനെങ്കിലും കോമൺ ഉള്ളത് എടുക്കുക എന്നേ ഉള്ള ഉദ്ദേശം. ഓക്കെ, സോ ഇവിടെ 2 എടുത്താല് ഇവിടെ എന്ത് വരും? 4 വരും, ഇവിടെ 6 വരും, 15 അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ 2 എടുത്താല് 2 വന്നു, 3 വന്നു, 50. ഇനി ഏതാ കോമൺ ഉള്ളത്? മിനിമം 2 നമ്പറിന് കോമൺ ഉള്ളത്. അപ്പൊ 3ക്കും 15 കോമൺ ആയിട്ട് 3 ഉണ്ട്. സോ ഇവിടെ 3 എഴുതി, 2, ഇവിടെ 1, ഇവിടെ എന്ത് ചെയ്യണം? 5. ഓക്കെ, ഇനി എന്താ? ഇനിയും കോമൺ ഒന്നും വേണ്ടല്ലോ. 2നും 5നും തമ്മിൽ കോമൺ ഉണ്ടോ? ഇല്ല. സോ ഇത്രയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആൻസർ. അതായത് എന്താണ്? 2 × 2 × 3 × 2 × 5. ഓക്കെ, പിന്നീട് മൾട്ടിപ്ലൈ 10 വരും. ഇത് 4 × 3 12 വരും. 12 × 10 120 വിൽ ബി ദ ആൻസർ. അതായത് 8, 12, 15 എന്നീ 3 നമ്പേഴ്സിന്റെ LCM വന്നിട്ട് എന്തായിരിക്കും? 120 ആയിരിക്കും. ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു നമ്പറോടെ പറഞ്ഞാൽ 12, 14, 18 ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? 2 എടുക്കുന്നു, 6 എടുക്കുന്നു, 7 എടുക്കുന്നു, 9 എടുക്കുന്നു, അല്ലെ? ഇനി എന്ത് കോമൺ ഉണ്ട്? 6ലും 9ലും 3 കോമൺ ഉണ്ട്. സോ 3 എടുക്കാം. ഇവിടെ 2 വരുന്നു, 7 അങ്ങനെ തന്നെ എഴുതുക, 3. ഓക്കെ, ഇനി കോമൺ ഒന്നും ഇല്ലല്ലോ. ഇത്രയും കൂടെ മൾട്ടിപ്ലൈ തന്നെയായിരിക്കും ആൻസർ. 2 × 3 × 2 × 7 × 3. ഓക്കെ, ഇനി ഈ LCM തന്നെ ചെറിയ നമ്പറുകൾ വന്നാൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന്, ഇപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ കോമൺ ഉള്ളത് ഞാൻ പറഞ്ഞു. മിനിമം അതിനെടുത്ത് പറയാൻ നമ്മൾ HCF വരുമ്പോൾ കുറച്ച് മാറ്റം പറയും. മിനിമം 2 നമ്പറിനെങ്കിലും കോമൺ ആയിട്ടുള്ളത് എടുത്ത് നമ്മൾ ചെയ്തു പോയി നമുക്ക് ആ കിട്ടിയ അത്രയും കൂടെ, ഞാൻ ഈ ഒരു ഡയറക്ഷൻ വരച്ചേക്കുന്നത് ശ്രദ്ധിച്ചോണം, ഇത്രയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ HCF LCM എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ചെറിയ നമ്പേഴ്സ് ഒക്കെയാണ് നമുക്ക് മനസ്സിൽ മൾട്ടിപ്പിൾ ഒക്കെ ആലോചിക്കാൻ പറ്റുന്ന അവസരങ്ങളിൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ 3, 4, 8 ഇങ്ങനെ ഒരു ചെറിയ നമ്പേഴ്സ് വന്നിട്ട് LCM കാണാൻ പറഞ്ഞു. ഇത് നമുക്ക് എവിടെ ആവശ്യമെന്ന് അറിയാമോ? നോക്കിയോണം. 2/3 + 1/4 + 3/8 ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ നമുക്ക് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോക്കണം, ഞാൻ വേറെ ഒരെണ്ണം പറയുവാണ്. 1/7 + 2/7 + 3/7 ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. സോ ന്യൂമറേറ്റർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. 6/7 വിൽ ബി ദ ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ ഇതെങ്ങനെ ചെയ്യും? 2/3 + 1/4 + 3/, ഇത് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിനെ സെയിം ആക്കാം, അല്ലെ? ഡിനോമിനേറ്ററിനെ നമുക്ക് സെയിം ആക്കിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഡിനോമിനേറ്ററെ സെയിം ആക്കുക എന്ന് പറയുന്നതാണ് എന്ത്? LCM എടുത്തിട്ടാണ് നമ്മൾ അതിനെ സെയിം ആക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ LCM എടുക്കണമെന്ന് അറിയണ്ടേ? ഓക്കെ, അപ്പൊ നമുക്ക് 3, 4, 8 നമ്മൾ ഇപ്പൊ പഠിച്ച മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് LCM എടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. അപ്പൊ 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 3, 4, 8. അതിലെ ഏറ്റവും വലിയ നമ്പർ ആദ്യം മനസ്സിലാക്കുക. ഏതാണത്? 8. അതിന്റെ മൾട്ടിപ്പിൾസ് ആളുകൾ, അതായത് ഫസ്റ്റ് 8 × 1 8. അത് ബാക്കിയുള്ള 2 നമ്പറിലും അത് പോകുന്നുണ്ടോ എന്ന് നോക്കുക. 8 3ൽ പോകത്തില്ല, അല്ലെ? 4ൽ പോകും, പക്ഷെ 3ൽ പോകത്തില്ല. അപ്പൊ അത് വേണ്ട, അടുത്തത് എടുക്കാം. 8 × 2 16 നോക്കുക. 3ൽ പോകത്തില്ല, പക്ഷെ 4ൽ പോകും. ഓക്കെ, അത് പറ്റത്തില്ല. അപ്പൊ 2ലും പോകണം. അടുത്ത നമ്മൾ അത് വേണ്ടുന്നു 8 × 3. നമുക്ക് മനസ്സിൽ ആലോചിച്ചുകൂടാ? അതാണ് ഞാൻ പറയുന്നത്, മൾട്ടിപ്പിൾസ് നമുക്ക് മനസ്സിൽ ആലോചിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് വരുമ്പോൾ ചെയ്താൽ മതി ഈ മെത്തേഡ്. അടുത്ത 8 × 3 എന്താ? 24. 3ലും പോകും, 4ലും പോകും. സോ LCM ഓഫ് 3, 4, 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 24 ആണ്. ക്ലിയർ ആണോ? 2, 3, 6 ആലോചിച്ച് നോക്കിയേ. ഈ 3 നമ്പർ 2, 3, 6 ഇതിന്റെ LCM ഏറ്റവും വലിയ നമ്പർ 6 ആണ്. സോ 6 അല്ലെ, 6 × 1 അത് 2ലും പോകും, 3ലും പോകും. സോ ഈ നമ്പറിന്റെ LCM വന്നിട്ട് 6 ആണ്. 4, 3, 3, 4, 6 3, 4, 6 എടുത്തേ. ഏറ്റവും വലിയ നമ്പർ 6 ആണ്. ഫസ്റ്റ് നമ്മൾ 6 × 1 നോക്കി, അത് 3ൽ പോകും, പക്ഷെ 4ൽ പോകത്തില്ല, അതുകൊണ്ട് പറ്റത്തില്ല. അടുത്തത് 6 × 2 12. അത് 3ലും പോകും, 4ലും പോകും. സോ 3, 4, 6ന്റെ LCM വന്നിട്ട് 12 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾ കുറച്ച് നമ്പേഴ്സ് വെച്ചൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, അങ്ങനെ ചെയ്യുന്നത്.
അപ്പൊ ഇവിടെ നമുക്ക് എളുപ്പമാവില്ലേ, 348ന്റെ LCM 24 ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യണം, സെയിം ആക്കാം. ഞാൻ പറഞ്ഞ ഒരു ഫ്രാക്ഷൻ, അതായത് രണ്ടിൽ കൂടുതൽ വന്നാൽ എങ്ങനെ ചെയ്യാം, ഇതുപോലുള്ള പ്രോബ്ലങ്ങൾ നമുക്ക് കിട്ടും. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു പ്രോബ്ലത്തിന്റെ ഇടയിലുള്ള കാൽക്കുലേഷൻ ആകാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഫ്രാക്ഷന്റെ അഡീഷൻ ചോദിക്കാം. ഓക്കെ, അപ്പം ഈ നമ്പേഴ്സ് 3, 4, 8 ഈ നമ്പേഴ്സിന്റെ LCM വന്നിട്ട് 24 ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഡിനോമിനേറ്ററിന് നമ്മൾ ആ 24ലേക്ക് ആക്കണം. എങ്ങനെ 324 ആക്കാൻ എന്ത് ചെയ്യണം, ഇൻറ്റു 8 ഇൻറ്റു 8. ഇനി 4നെ 24 ആക്കാൻ എന്താ ചെയ്യേണ്ടത്, 4 ഇൻറ്റു 6 ആണ് 24 അല്ലേ, അപ്പൊ ഇൻറ്റു 6 ഇൻറ്റു 6. അതായത് ഡിനോമിനേറ്റർ മാത്രം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, ന്യൂമറേറ്ററിലും കൂടെ ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യണം, ഇൻറ്റു 3 ഇൻറ്റു 3. ക്ലിയർ അല്ലേ? സോ 2 ഇൻറ്റു 8 16/24 പ്ലസ് 6/24 പ്ലസ് 9/24 അല്ലെ. ഇനി ഇത് ആഡ് ചെയ്താൽ പോരെ, 16 പ്ലസ് 6 പ്ലസ് 9/20. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞു. ഒന്ന് LCM നമുക്ക് പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അതേപോലെ ആ LCM ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് എന്താണ്, ഫ്രാക്ഷന്റെ അഡീഷൻ വരുന്ന സമയത്ത് രണ്ടിൽ കൂടുതൽ രണ്ടെണ്ണം വന്നാൽ നമുക്ക് ക്രോസ് ചെയ്ത് ചെയ്യുന്ന മെത്തേഡ് ചെയ്യാം, രണ്ടിൽ കൂടുതൽ വന്നാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇനി HCF അതേപോലെ ഒരു മിനിറ്റ് 5 ഇൻറ്റു 3 ഇതിന്റെ LCM എന്താ, LCM ഓഫ് 5 and 3. അതിന്റെ ആൻസർ എന്താ, 5 3 കോമൺ ഒന്നും നമുക്ക് എടുക്കാനില്ല. സോ എന്ത് ചെയ്യണം, LCM എടുക്കാൻ 5 ഇൻറ്റു 3 15 ആണ്. മനസ്സിലായോ? 6 5 LCM ഓഫ് 6 and 5 കോമൺ വല്ലതും ഉണ്ടോ, ഇല്ല. സോ LCM എന്താ, 6 ഇൻറ്റു 5 30 ആണ്. ഓക്കെ, ഈ നമ്പേഴ്സ് നമ്മളൊരു പേര് പറയും. നമുക്ക് ജസ്റ്റ് ഞാൻ ഒരു കാര്യം പറയുവാണ്, പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ, പ്രൈം നമ്പേഴ്സ് ഇപ്പൊ ഒരു 2 3 5 7 11 13 17 ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 23 അങ്ങനെ പോകുക, നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളതൊക്കെ. ഇതെന്താണ്, ഈ നമ്പേഴ്സിനെല്ലാം 1ഉം ആ നമ്പരും മാത്രമേ ഫാക്ടേഴ്സ് ഉള്ളൂ. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ 6 8 9 12 ഇതൊക്കെ നോക്കുവാണെങ്കിൽ എന്താ, 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? അപ്പൊ നമ്മൾ 6 എന്ന് കിട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാം, ഒന്ന് 1 ഇൻറ്റു 6 എന്ന് എഴുതാം, അതേപോലെ 2 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പൊ 6ന്റെ ഫാക്ടേഴ്സ് ചോദിച്ചാൽ 1 2 3 6 എന്ന് പറയും അല്ലെ. അതിന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട്. 8 എടുക്കുവാണെങ്കിൽ എന്താ, 2 ഇൻറ്റു 4 8 ഇൻറ്റു 1, സോ 1 2 4 8. 9 എന്ന് പറയുമ്പോൾ 1 3 9. 12 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, 3 ഇൻറ്റു 4 6 ഇൻറ്റു 2 12 ഇൻറ്റു 1 അല്ലെ. 1 2 3 4 6 12 ഇതൊക്കെ ഇതിന്റെ ഫാക്ടേഴ്സാണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെ നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയാം. ഓക്കെ, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഇനി ഈ നമ്പേഴ്സ് അതായത് നമ്പേഴ്സിന് 2 ഫാക്ടർ 1ഉം ആ നമ്പരും മാത്രം ഫാക്ടേഴ്സ് വരുന്ന നമ്പേഴ്സിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്നും പറയും. പ്രൈം നമ്പേഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം, നമ്മൾ ഇതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാ. പ്രൈം നമ്പേഴ്സ് 2 3 5 7 29 അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ വരുമ്പോൾ നിങ്ങൾ മനസ്സിലായി. ഇപ്പൊ 30 ഈവൻ നമ്പറുകൾ ഒന്നും തന്നെ വരത്തില്ല. നമ്മൾ ഡിവിസിബിലിറ്റി പഠിച്ചല്ലേ, നമുക്ക് മനസ്സിലാവത്തില്ല. ഡിവിസിബിലിറ്റി 2 കൊണ്ട് ഈവൻ നമ്പേഴ്സ് വരുന്ന എല്ലാം 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പൊ അതിന് 2 എന്ന് പറഞ്ഞൊരു ഫാക്ടർ എന്തായാലും ഉണ്ട്. അടുത്തത് ഓഡ് നമ്പേഴ്സ് ആണ് നമ്മൾ എടുത്ത് നോക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 30 കഴിഞ്ഞു, 31 പ്രൈം നമ്പർ ആണോ നമ്മൾ നോക്കുന്നത്? എങ്ങനെയാ, 3 കൊണ്ട് ഡിവിസിബിൾ ആണോ 31? എങ്ങനെയാ നോക്കുന്നത്? 3 + 1 4 അല്ല. 31 9 കൊണ്ട് ഡിവിസിബിൾ ആണോ? 3 + 1 4 സം 9 കൊണ്ടല്ല. ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ല 0 അല്ല, അതുകൊണ്ട് 5 ഇല്ല 10 ഇല്ല. 7 കൊണ്ട് ഡിവിസിബിൾ അല്ല അല്ലെ, 11 കൊണ്ട് ഡിവിസിബിൾ അല്ല. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നമുക്ക് കണ്ടുപിടിച്ച് വെക്കാവുന്നതുള്ള ഒരു 50 വരെ അല്ലെങ്കിൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. അത് നിങ്ങളെ റീസണിങ് ഏരിയയിൽ വരുന്ന സീരീസ് ഒക്കെ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആവശ്യം വരുമ്പോൾ നമുക്കത് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ കോമ്പോസിറ്റ് നമ്പരും പ്രൈം നമ്പരും എന്താന്ന് മനസ്സിലായി. 1ഉം ആ നമ്പർ മാത്രം ഫാക്ടേഴ്സ് ഉള്ളത് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു. 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് വരുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇനി ഒരു കാറ്റഗറി കൂടെ പറയാനുണ്ട്, കോ പ്രൈം നമ്പേഴ്സ്. കോ പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ 6 5 അതേപോലെ തന്നെ എന്താണ്
വേറെ എടുക്കുവാണെങ്കിൽ 7, 9 ഇതൊക്കെയാണ് കോ പ്രൈം നമ്പേഴ്സ്. എന്ന് വെച്ചാൽ എന്താ, ഈ രണ്ട് നമ്പേഴ്സ് എടുത്താൽ അതിന് 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടർ ഇല്ല. നോ കോമൺ ഫാക്ടർ. മനസ്സിലായോ? അതാണ് കോ പ്രൈം നമ്പർ. 6ഉം 5ഉം 6നും 5നും കൂടെ കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ, വേറെ ഒരു നമ്പരും അതിന് കോമൺ ഇല്ല, അല്ലെ? 7, 9 1 അല്ലാതെ വേറെ ഒരു നമ്പരും അതിന് കോമൺ ആയിട്ടില്ല. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നമ്പേഴ്സിന്റെ LCM എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. മനസ്സിലായോ? 6 into 5 30 ആയിരിക്കും LCM. 7, 9 കോമൺ ഒന്നുമില്ല, സോ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് എടുക്കുക. 9 into 7 63 ആയിരിക്കും LCM. മനസ്സിലായോ? അപ്പൊ കോ പ്രൈം നമ്പേഴ്സിന്റെ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് HCF എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഹയസ്റ്റ് കോമൺ ഫാക്ടർ അതെങ്ങനെയാ ചെയ്യേണ്ടത്? 8, 12, 60 എങ്ങനെ എടുക്കാം? ഞാൻ LCM എടുത്തപ്പോ പറഞ്ഞായിരുന്നു മിനിമം 2 നമ്പറിന് കോമൺ ഉള്ളത് എടുക്കാമെന്ന്, അല്ലെ? എന്നാൽ HCFന്റെ കേസിൽ അങ്ങനെയല്ല. നമ്മുടെ 3 നമ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 3 നമ്പറിനും കോമൺ ഉള്ളത് എടുക്കാവുള്ളൂ. ക്ലിയർ ആണോ? HCF ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മളുടെ 3 നമ്പർ ഉണ്ടെങ്കിൽ ആ 3നും കോമൺ ആയിട്ടുള്ളത് എടുക്കുക. അപ്പൊ 8, 12, 16 അതെങ്ങനെ എടുക്കേണ്ടത്? നമുക്കിപ്പം ഇവിടുന്ന് ഏത് കോമൺ എടുക്കാം? 2 കോമൺ എടുക്കാം. അപ്പൊ എന്ത് വരും? ഇവിടെ 4 വന്നു, ഇവിടെ വന്നിട്ട് 6 വന്നു, 8 വന്നു. ഇനി എന്താ, വീണ്ടും 2 കോമൺ എടുക്കാം. 2, 2, 3, 4. ഇനിയും കോമൺ എടുക്കാൻ പറ്റുമോ? 2 കോമൺ എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം 2 എണ്ണത്തിലേ ഉള്ളൂ. LCM എടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടുത്തെ ആൻസർ എന്താ? അതാണ്ട് ഈ ഒരു ഇങ്ങനെ മാത്രം. നമ്മൾ LCM നമ്മൾ ഞാൻ പറഞ്ഞില്ല, എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കും, അല്ലെ? ഈ 2 സൈഡിലോട്ടും. പക്ഷെ ഇവിടെ അങ്ങനല്ല. HCF രണ്ട് ഈ ഒരു സൈഡിൽ മാത്രമാണ് എടുക്കുന്നത്. എന്താണ്? 2 into 2 4 ആണ്. ക്ലിയർ ആണോ? വേറൊരു എക്സാമ്പിൾ പറഞ്ഞാല് 36, 18, 27. ഓക്കെ, എങ്ങനെ എടുക്കാം? 36, 18, 27 എന്തെടുക്കാം? 3 എടുക്കാം, അല്ലെ? 3 എണ്ണത്തിലും കൂടെ വരുന്നത് 3 ആണ്. അപ്പൊ നമുക്ക് 3 എടുക്കാം, അല്ല 9 എടുക്കാം, അതൊക്കെ നമ്മളുടെ ഇഷ്ടം. ഓക്കെ, 3 എടുത്താല് 3നും വരണം, 3 നമ്പറിനും കൂടെ വരുന്നത് മാത്രം ആലോചിച്ചാൽ മതി. 1, 2, 12, ഇവിടെ 6, ഇവിടെ 9. വീണ്ടും എന്ത് കോമൺ എടുക്കാം? 3 കോമൺ എടുക്കാം. 4, 2, 3. എന്താ ആൻസർ? 3 into 3 9 ആണ് HCF എന്ന്. അപ്പം 3 നമ്പറിന് കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അതേപോലെ ഈ ഒരു സൈഡിലെ മാത്രമേ ആൻസേഴ്സ് പറയത്തുള്ളൂ. ഇവിടെയും വന്നിട്ട് ഇനി അതേപോലെ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. 8, 12, 15 ഇതെങ്ങനെ എടുക്കും? ഇതിന്റെ HCF എന്താ വരുന്നത്? 8, 12, 15. ഇവിടെ എന്തെങ്കിലും കോമൺ എടുക്കാനുണ്ടോ? 8, 12, 15. 8ലും 12ലും കോമൺ ഉണ്ട്, 12നും 15നും കോമൺ ഉണ്ട്, അല്ലെ? പക്ഷെ 3നും കൂടെ കോമൺ ആയിട്ടുള്ളതൊന്നുമില്ല. സോ ഇതിന്റെ ആൻസർ എന്താ? ഇതിൽ 3നും കോമൺ ആയിട്ടുള്ളത് 1 മാത്രമേ ഉള്ളൂ. സോ HCF വന്നിട്ട് 1 ആയിരിക്കും. ക്ലിയർ അല്ലേ? 12, 13, 1 ഇങ്ങനെ ഒരു നമ്പർ വന്നാൽ HCF എന്താ? 3നൂടെ കോമൺ 1 ഉള്ളൂ. HCF 1 ആണ്. അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം 5, 3, 6, 5 ഇതിന്റെയൊക്കെ HCF എന്താ? LCM വരുന്നത് ഈ 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. HCF വരുന്നത് എന്താ? ഇതിന്റെ 1 ആണ്, അല്ലെ? 5 3 HCF എന്താണ്? 1 ആണ്. 6ന്റെയും 5ന്റെ HCF എന്താണ്? 1. ഓക്കോ, കോമൺ ഒന്നും ഇല്ലാത്ത നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? HCF എന്ന് പറഞ്ഞാൽ ആ 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയി. അടുത്തത് നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പഠിക്കാം. അതായത് 2 നമ്പേഴ്സിന്റെ സ്ക്വയർ. ഇപ്പൊ 3 into 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ആണ്, അല്ലെ? സോ 9 എന്ന് പറഞ്ഞാൽ എന്താ? 9ന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് വരും? 3 വരും, അല്ലെ? അപ്പൊ ഈ 9 എന്നാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സ്ക്വയർ റൂട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? പെർഫെക്റ്റ് സ്ക്വയർ എന്നാൽ എന്താണ്? ഒരു നമ്പറിനെ വേറെ ഏതെങ്കിലും നമ്പറിനെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടാൻ പറ്റണം. അതായത് എമ്മിനെ നമുക്ക് n into n, വേറൊരു നമ്പറായ n-ന്റെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാം m ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന്.
ഇനി ഈ എമ്മിന്റെ അപ്പൊ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ ആയിരിക്കും അല്ലെ. അങ്ങനെ നമുക്ക് നമ്പേഴ്സിന്റെ 1 തൊട്ട് 10 വരെയുള്ള സ്ക്വയറുകൾ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചേക്കാം. അത് നമ്മുടെ ടേബിൾ നമ്മൾ 1 തൊട്ട് 10 വരെയുള്ള ടേബിൾ നമുക്ക് അറിയാവുന്നതാണ്, അതിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ, ആണല്ലോ. അതിനകത്ത് നമുക്ക് 1 തൊട്ട് 10 വരെയുള്ള ടേബിൾ നമുക്കറിയാം. ഇനി ബാക്കി അല്ലെങ്കിൽ അത് മനസ്സിലാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ വേറെ നമ്പേഴ്സിന്റെ ഒക്കെ എന്താണ് ഇപ്പൊ നമുക്ക് അതിനകത്ത് ഒരാളെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം. സ്ക്വയർ റൂട്ട് ഓഫ് 64 8 ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് 81 9 ആണ് അല്ലെ, സ്ക്വയർ റൂട്ട് ഓഫ് 100 10 ആണ്. അതായത് 3 ഡിജിറ്റ് വരെയുള്ളതെല്ലാം നമുക്കറിയാം. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ഡിജിറ്റ് വരെയുള്ളതെല്ലാം നമുക്കറിയാം. അത് കഴിഞ്ഞ് 3 and 4 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് പഠിക്കാം. ഓക്കെ, അതിന് നമുക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോ പറയാൻ പോകുന്ന ഈ ഒരു കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കും. നോക്കിയേ, ഞാൻ പറഞ്ഞു 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ പഠിച്ചു വെച്ചേക്കുക. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81, 10 സ്ക്വയർ 100. ഓക്കെ, ഇനി ഒന്ന് നോക്കിയേ, 1 സ്ക്വയർ 1 എന്ന് പറഞ്ഞു. 11ന്റെ സ്ക്വയറോ 121. 21ന്റെ സ്ക്വയർ എടുത്താലോ അതിന്റെ അതായത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ 441 ഉണ്ട്. അത് എത്ര അറിഞ്ഞാൽ മതി, അതിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും 1 തന്നെ ആയിരിക്കും. 1 എൻഡ് ചെയ്യുന്ന ഏതൊരു നമ്പറിന്റെ സ്ക്വയർ എടുത്താലും അതിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും 1 തന്നെ ആയിരിക്കും. ഇനി 2 സ്ക്വയർ 4, 2 എൻഡ് ചെയ്യുന്ന ഏതൊരു നമ്പറിന്റെ സ്ക്വയർ എടുത്താലും എൻഡ് ചെയ്യുന്ന എന്തിലായിരിക്കും 4-ലായിരിക്കും. അതേപോലെ 3 4 എല്ലാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നോക്കുക. 1 സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 1-ലാണ്, 9 സ്ക്വയറും എൻഡ് ചെയ്യുന്നത് 1-ലാണ് അല്ലെ. 1ഉം 9ലും എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയറുകൾ എൻഡ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും 1-ലാണ്. മനസ്സിലായോ? 0 0-ലാണ് എൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ തിരിച്ചു പറയുവാണെങ്കിൽ ഒരു യൂണിറ്റ് ഡിജിറ്റ് ഒരു നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്ത് വരും എന്നുള്ളത് ഇങ്ങനെ പറയാം. ഓക്കെ, അതേപോലെ 2-ന്റേത് 4 ആണ് അല്ലെ. 2 സ്ക്വയർ 4 ആണ്. 4 വരുന്ന വേറൊരു സ്ഥലം നോക്കിയേ 8 സ്ക്വയർ. അപ്പൊ 2-ന്റെയും 8-ന്റെയും സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 4-ലായിരിക്കും. അതേപോലെ 3 സ്ക്വയർ 9, 7 സ്ക്വയർ 14. 3ഉം 7ഉം എൻഡ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും 9-ലായിരിക്കും. മനസ്സിലായോ? ഇനി 4ഉം 6ഉം 4ഉം 6ഉം എൻഡ് ചെയ്യുന്നത് എങ്ങനെ? 4 സ്ക്വയർ 16, 6 സ്ക്വയർ 36 എൻഡ് ചെയ്യുന്നത് 6-ലായിരിക്കും. 5 എൻഡ് ചെയ്യുന്നത് 5-ലായിരിക്കും. ക്ലിയർ ആണോ? 0 എൻഡ് ചെയ്യുന്നത് 0-ലാണ്. 1ഓ 9ഓ എൻഡ് ചെയ്യുന്നത് 1-ലാണ്. 2ഓ 8ഓ എൻഡ് ചെയ്യുന്നത് 4-ലാണ്. അതേപോലെ 3ഓ 7ഓ എൻഡ് ചെയ്യുന്നത് 9-ലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം ഒരു 10, 1 + 9 10, 2 + 8 10, 3 + 7 10, 4 + ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറഞ്ഞോ. അപ്പൊ 1ഉം 9ഉം ആണ് 1-ൽ എൻഡ് ചെയ്യുന്നത്, 2ഉം 8ഉം ആണ് 4-ല്, 3ഉം 7ഉം ആണ് 9, 4ഉം 6ഉം ആണ് 6, 5ഉം 5-ലാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചേക്കണം. നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കാൻ നേരം നമ്മുടെ ഒരു നമ്പർ നമുക്കിപ്പോ ഇവിടെ വരുന്ന നമ്പറിൽ എൻഡിൽ 4 വന്നാൽ നമ്മൾ പറയും ഇതിന്റെ സ്ക്വയർ റൂട്ട് വരാൻ സ്ക്വയർ റൂട്ടിന്റെ യൂണിറ്റ് പ്ലേസിൽ വരാൻ സാധ്യതയുള്ളത് ഏതാണ്? 2ഓ 8ഓ അങ്ങനെ അറിയണം. ഇനി ഒരു നമ്പറിന്റെ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് നമ്പർ തന്നിട്ട് സ്ക്വയർ റൂട്ട് കാണാൻ പറഞ്ഞാൽ ഇവിടെ 1 ആണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും ആ രണ്ട് മീൻസ് ആ നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്ന് പറയുന്നത് ഒന്നിൽ 1ഓ അല്ലെങ്കിൽ 9ഓ ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി ഒരു നമ്പറിൽ 6 എൻഡ് ചെയ്യുവാന്ന് വെച്ചോ. ഒരു നമ്പർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ എൻഡ് ചെയ്യുന്നത് 6-ലാണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അതിന്റെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ എന്തായിരിക്കും? 4-ലോ 6-ലോ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇതിനാണ് നമ്മൾ ഈ ഒരു ബോക്സ് പഠിച്ചു വെക്കാം. അതേപോലെ സ്ക്വയറും പഠിച്ചു വെച്ചേക്കണം, ഈ ബോക്സും പഠിച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് എങ്ങനെ സ്ക്വയർ റൂട്ട് കാണാമെന്ന് കണ്ടറിഞ്ഞാൽ ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞാൽ നോർമൽ മെത്തേഡ് അതുണ്ട്. അത് വന്നിരിക്കാൻ നമുക്ക് പെട്ടെന്ന് കാണാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് 1024 ഇതിന്റെ സ്ക്വയർ റൂട്ട് കാണണം. ഓക്കെ, ചില ക്വസ്റ്റ്യനുകളിലൊക്കെ നമുക്കിപ്പോ എക്സ് സ്ക്വയർ നമ്മളിങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും എക്സ് സ്ക്വയർ ഈക്വൽ ടു 1024. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് 1024 ആണ്. അതെങ്ങനെ സോൾവ് ചെയ്യാന്ന് നോക്കാം. എങ്ങനെയാ ചെയ്യുന്നത്? സ്ക്വയർ റൂട്ട് അപ്പൊ 2 എന്നൊരർത്ഥം അവിടെ വരുന്നത്. സോ നമ്മൾ 2ആയിട്ട് പെയർ ചെയ്യുക. നമ്മുടെ കിട്ടിയ നമ്പറിനെ യൂണിറ്റ് പ്ലേസിൽ തുടങ്ങി ഇത് 2 എണ്ണം, പിന്നെ 1 ഉള്ളെങ്കിൽ 1, 2 ഉണ്ടെങ്കിൽ 2 എണ്ണം.
ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 4 ഡിജിറ്റ് വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള മെത്തഡാണ് പറയാൻ പോകുന്നത്. 4 ഡിജിറ്റ്സ്. ഓക്കെ, അതായത് 3 and 4 ഡിജിറ്റ്സിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാ കാണുന്നത്. അപ്പൊ നമ്മൾ രണ്ടായിട്ട് നമ്മൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്തു അല്ലെ, രണ്ടാക്കി നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഇനി ഞാൻ പറഞ്ഞു ഇതൊക്കെ 2 ഡിജിറ്റ് നമ്പർ ആണ്. 2 ഡിജിറ്റ് നമ്പറിലാണ് 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയറുകളാണ് എന്ത് അല്ലെങ്കിൽ നമുക്ക് 3 ഡിജിറ്റോ അല്ലെങ്കിൽ 4 ഡിജിറ്റോ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അതായത് നമ്മുടെ 10 കഴിഞ്ഞ് 11, 12 ആ ഒരു ശേഷം വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ചെയ്യാൻ പോകുമ്പം ആദ്യം നമ്മൾ നോക്കുക. ആദ്യത്തെ ഇവിടുന്ന് യൂണിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 24 എന്ന് പറഞ്ഞു. ഓക്കെ, 4 ആണ് എൻഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ ഏതൊക്കെയാ വരാൻ സാധ്യത നോക്ക്. 4 കണ്ട, 4 വരുന്നത് എപ്പോഴാ? 2 വരുമ്പോഴോ അല്ലെങ്കിൽ 8 വരുമ്പോഴോ. അപ്പൊ നമ്മുടെ യൂണിറ്റ് പ്ലേസിൽ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന് 2, ഒന്ന് 8. ഈ രണ്ടിന് അവസാനത്തെ ഈ രണ്ടാണ് നമുക്ക് യൂണിറ്റ് പ്ലേസിലെ നമ്പർ അറിയാൻ വേണ്ടി മാത്രമുള്ളത്. ഞാൻ വെട്ടി. ഇനി ബാക്കി നമ്മുടെ 10. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 10 ഏത് സ്ക്വയറിന്റെ ഇടയ്ക്കാണ് നോക്കിയാൽ 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. അപ്പൊ 10 എന്ന് പറഞ്ഞാൽ ഈ 9-നും 16-നും ഇടയിലല്ലേ 10 വരുന്നത്. അപ്പൊ നമ്മൾ ഇതിലെ അത് 3, അതായത് 3 സ്ക്വയറിനും 4 സ്ക്വയറിനും ഇടയിൽ. അപ്പൊ നമ്മൾ 3 എടുക്കേണ്ടത്, അതായത് 3-ലാ തുടങ്ങുന്നതെന്ന് അർത്ഥം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ 30 സ്ക്വയർ എന്ന് വെച്ചാൽ 900 അല്ലേ, 40 സ്ക്വയർ എന്ന് വെച്ചാൽ 1600 അല്ലേ. അപ്പൊ ഇതിനിടയിലായിരിക്കും വരുന്നത് എന്നർത്ഥം. മനസ്സിലായോ? 9-നും 16-നും ഇടയിലാണ് 10 വരുന്നത്. അപ്പൊ അതിലെ ചെറുതായ 3 ആണ് എടുക്കേണ്ടത്. ഏതിനിടയിലാണോ വരുന്നത് അതിന്റെ ചെറുതെടുക്കുക. അപ്പൊ 3. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒന്നീ നമ്മുടെ ആൻസർ 32 ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ 38 ആയിരിക്കും. ഇത്രയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാം. 32 38 ചെയ്ത് നോക്കി വേണമെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഇനി എങ്ങനെ 2 8 എടുക്കും എന്നുള്ളതിന്റെ സ്റ്റെപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. എന്താ ചെയ്തത്? ലാസ്റ്റ് നമ്മൾ ഇതിനെ 2 പെയർ ആക്കി. ലാസ്റ്റ് പെയർ വെച്ച് നമ്മൾ യൂണിറ്റ് പ്ലേസിൽ ഏതൊക്കെ വരാം എന്നുള്ള പോസിബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഒന്ന് 2 അല്ലെങ്കിൽ 8. ഇനി ഈ പറയുന്ന ഫസ്റ്റ് ഇത് നമുക്ക് വെട്ടി. ഞാൻ പറഞ്ഞാൽ നമുക്ക് ഈ യൂണിറ്റ് ഇത് പറയാൻ വേണ്ടി മാത്രമല്ല. പിന്നെ നമുക്ക് 10 മതി. ആ 10 ഏത് സ്ക്വയറുകളുടെ ഇടയിലാണ് വരുന്നത് നമ്മൾ നോക്കി. 3 സ്ക്വയറിനും 4 സ്ക്വയറിനും ഇടയിലാണ് വരുന്നത്. അതിന്റെ ചെറുതായ 3 എന്ന് നമ്മൾ എഴുതുക. ഓക്കെ, 4 സ്ക്വയറിനും 5 സ്ക്വയറിനും ഇടയിലാണെങ്കിൽ നമ്മൾ 4 എന്ന് എഴുതും. 6 സ്ക്വയറിനും 7 സ്ക്വയറിനും ഇടയിലാണെങ്കിൽ നമ്മൾ 6 എന്ന് എഴുതും. ഓക്കെ, അപ്പൊ നമ്മൾ 3 എന്ന് എഴുതും. ഒന്നി 32 അല്ലെങ്കിൽ 30. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ നമ്പർ, അതായത് 10th പ്ലേസിലുള്ള നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ ഇൻറ്റു നെക്സ്റ്റ് ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 3 കിട്ടിയാൽ 3 into 4 ചെയ്യുക. ഇവിടെ നമ്മൾ 4 ആണ് എഴുതിയെങ്കിൽ 4 into 5 എഴുതുക. ഇവിടെ നമ്മൾ 7 ആണ് എഴുതിയെങ്കിൽ 7 into 8 എഴുതുക. ഇവിടെ നമ്മൾ എന്ത് എഴുതിയോ അതേ ഇൻറ്റു നെക്സ്റ്റ് ഡിജിറ്റ് നമ്മൾ എഴുതുക. എന്ത് വരും? 12 വരും. ഓക്കെ, ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള നമ്പർ. ഞാൻ ഇതിനെ എ എന്ന് വിളിക്കുന്നു. ഇത് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ബി എന്ന് വിളിച്ചു. നമ്മുടെ നമ്പർ, അതായത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള നമ്പറിനെ ഞാൻ നമ്മുടെ നമ്പർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യനിലുള്ള നമ്മുടെ നമ്പറാണ് ക്വസ്റ്റ്യനിലുള്ള നമ്പർ. ഓക്കെ, നമ്മുടെ നമ്പര് വലുതോ ഈക്വലോ ആണെങ്കിൽ, അതായത് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റിനെക്കാട്ടിലും വലുതോ ഈക്വലോ ആണെങ്കിൽ നമ്മൾ ഈ രണ്ടെണ്ണത്തിൽ, അതായത് യൂണിറ്റ് പ്ലേസിൽ എഴുതി വെച്ചേക്കുന്നില്ലേ, അതിലെ ഗ്രേറ്റർ നമ്പർ ചൂസ് ചെയ്യുക. നമ്മുടെ നമ്പർ ചെറുതാണെങ്കിൽ നമ്മൾ സ്മോളർ നമ്പർ ചൂസ് ചെയ്യുക. ക്ലിയർ ആണോ? നമ്മുടെ നമ്പർ വലുതാണെങ്കിൽ, വലുതോ ഈക്വലോ ആണെങ്കിൽ ഗ്രേറ്റർ നമ്പർ ചൂസ് ചെയ്യുക. നമ്മുടെ നമ്പർ, അതായത് ക്വസ്റ്റ്യനിലുള്ള നമ്പറാണ് നമ്മുടെ നമ്പർ. ഞാൻ പറഞ്ഞു ആ അവസാനത്തെ ഈ 2 പേർ വേണ്ട, അത് നമ്മൾ ഈ യൂണിറ്റ് പ്ലേസ് എഴുതാൻ വേണ്ടി മാത്രം. ബാക്കിയുള്ളതാണ് നമ്മൾ നോക്കണേ. അത് ഏതിനിടയിലാണെന്ന് മനസ്സിലാക്കി നമ്മൾ 10th പ്ലേസിലെ നമ്പർ എഴുതി. അതേ ഇൻറ്റു നെക്സ്റ്റ് ഡിജിറ്റ് ചെയ്യുക. 3 കിട്ടിയത് കൊണ്ട് 3 into 4 12. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് ഡിജിറ്റ് ചെയ്തു. ആ നമ്പർ നമുക്ക് കിട്ടിയ ഈ പ്രോഡക്റ്റ് ബിയെക്കാട്ടിൽ ഗ്രേറ്ററോ ഈക്വലോ ആണെങ്കിൽ നമ്മൾ ഗ്രേറ്റർ നമ്പർ ചൂസ് ചെയ്യുക. നമ്മുടെ നമ്പർ ലെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്മോളർ നമ്പർ ചൂസ് ചെയ്യുക. ഓക്കെ ആണോ? അപ്പൊ 3 ഇവിടെ കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്ത് എഴുതാം? സ്മോളർ നമ്പർ അല്ലെ, ചെറുതായത് കൊണ്ട് തന്നെ നമ്മൾ എന്തെഴുതി? നമ്മുടെ ഇപ്പൊ ഇവിടെ 10 അല്ലേ ചെറുത്, അതുകൊണ്ട് നമുക്ക് ആൻസർ 32 എന്ന് പറയാം. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 1024 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്ത് വരും? 30. ക്ലിയർ ആണോ? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഓക്കെ, അതേപോലെ ഈ ഒരു പോയിന്റും കൂടെ ശ്രദ്ധിച്ചോ. നമ്മൾ പറഞ്ഞു നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയറുകൾ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സുകൾ പറഞ്ഞേക്കുന്നുണ്ടോ? 0 1 4 9 6 5. ഈ നമ്പേഴ്സിലൊക്കെ നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയറുകൾ എൻഡ് ചെയ്തോ. അതായത് ഇപ്പൊ ഇത്
1 to 10 വരെ പറഞ്ഞില്ലേ. ഇനി 11 സ്ക്വയറിൻ്റെത് 1 ആയിരിക്കും, 12ൻ്റെത് 4-ലായിരിക്കും, അല്ലെങ്കിൽ 13 സ്ക്വയറിൻ്റെത് 9-ലായിരിക്കും, അല്ലെങ്കിൽ 33 സ്ക്വയറിന്റെ 9-ലായിരിക്കും. അപ്പൊ ഈ നമ്പേഴ്സിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അതായത് 2-ലോ 3-ലോ 7-ലോ 8-ലോ ഒന്നും നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്ത് ചെയ്യത്തില്ല. എന്നാൽ ഇത് ഓൾവേസ്, അതായത് ഇതിലായിരിക്കും എൻഡ് ചെയ്യുന്നത് എന്നും പറഞ്ഞ് ഇതിൽ എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പറും പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല കേട്ടോ. 0, 1, 4, 5, 6, 9 ഇതിലൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ. എന്നിരുന്നാലും 1-ൽ എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പറും പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എങ്ങനെ, ഏതാണ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള വഴികൾ പറഞ്ഞുതരാം. പിന്നെ മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഇത്രയും കാര്യം ഇവിടുന്ന് മനസ്സിലാക്കുക. 2, 3, 7 or 8 ഈ നമ്പേഴ്സിലൊന്നും എൻഡ് ചെയ്യുന്ന നമ്പർ ഒരിക്കലും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 0, 1, 4, 5, 6, 9 ഈ നമ്പേഴ്സിലായിരിക്കും പെർഫെക്റ്റ് സ്ക്വയറുകളൊക്കെ എൻഡ് ചെയ്യുക. ഓക്കെ. എന്നാൽ ഇതിൽ എൻഡ് ചെയ്യുന്ന നമ്പർ എല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പറുകളെല്ലാം ഇതിലാണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, സ്ക്വയർ റൂട്ട് എടുത്ത് നോക്കാം. ഒന്ന് ട്രൈ ചെയ്തേ, നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കി. 576 അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നത് എങ്ങനെയാ? 576. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, ഗ്രൂപ്പ് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് നമ്പർ ഉണ്ടല്ലേ, 6 ആണ് അവസാനിച്ചേക്കുന്നത്. 6 അവസാനിച്ചത് കൊണ്ട് ഏതൊക്കെ രണ്ട് പോസിബിലിറ്റീസ് ആ വരുന്നത്? 6ന്റെ ഏതാണ്? 4 സ്ക്വയർ 16ഉം 6 സ്ക്വയർ 36 അല്ലെ, 4 or 6. ഇനി ഈ 5 ഏതിനിടയിലാണ് വരുന്നത്? 2 സ്ക്വയർ വന്നിട്ട് 4, 3 സ്ക്വയർ വന്നിട്ട് 9. അപ്പൊ ഇതിനിടയിലാണ് വരുന്നത്. സോ ചെറിയ നമ്പറായ 2. സോ ഇവിടെ നമ്മൾ 2 എഴുതി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2 കിട്ടിക്കഴിഞ്ഞാൽ 2 ഇൻറ്റു നെക്സ്റ്റ് ഡിജിറ്റ് ആയ 6. നമ്മുടെ നമ്പറാണ്, ഞാൻ എടുത്തെടുത്ത് പറയാം, നമ്മുടെ നമ്പറാണ് വലുതാണോ ചെറുതാണോ നോക്കേണ്ടത്. നമ്മുടെ നമ്പർ നമ്മുടെ ക്വസ്റ്റ്യനുള്ള നമ്പർ. നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള നമ്പർ 5 ആണ് അല്ലെ. ആ 5 എന്താ? ചെറുതാണ്. സോ ഇതിലെ ചെറുതായ 4 എടുക്കുക. സോ ആൻസർ കം 24. ക്ലിയർ അല്ലേ? അടുത്ത് ചെയ്ത് നോക്കിയേ. 1156 നമ്മൾ പെയർ ചെയ്തു. രണ്ട് നമ്പർ 6 ആയതുകൊണ്ട് ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. 4 6 11 ആണ്. അപ്പൊ ഏതാണ്? 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. അപ്പം എന്താണ്? 3 സ്ക്വയറിനും 4 സ്ക്വയറിനും ഇടയിലാണ് വരുന്നത്. അതുകൊണ്ട് ചെറുതായ 3. സോ ഇവിടെ 3. ദെൻ 3 ഇൻറ്റു നെക്സ്റ്റ് ഡിജിറ്റ് ആയ 4, ദാറ്റ് ഈസ് 12. അപ്പൊ നമ്മുടെ നമ്പര് ചെറുതാണ്, അതുകൊണ്ട് ചെറുതായ 4, 34. ക്ലിയർ അല്ലേ? അടുത്ത് 2304 ഗ്രൂപ്പ് ചെയ്യുക. 4 ആണ് എൻഡ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ഏതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? 4 വന്നേക്കുന്നത് കൊണ്ട് ഏതൊക്കെയാണ്? 2 ഉണ്ട്, അതുപോലെ 8 ഉണ്ട്. ഇനി 23 4 സ്ക്വയർ 16, 4 സ്ക്വയർ 16 അല്ല 5 സ്ക്വയർ 25. ഓക്കെ, അപ്പൊ 4നും 5നും ഇടയിലാണ് വരുന്നത്. അതുകൊണ്ട് അതിലെ ചെറുതായ 4 നമുക്ക് എഴുതാം. അപ്പൊ ഒന്നീ 42 അല്ലെങ്കിൽ 48. അത് എടുക്കാൻ എന്ത് ചെയ്യണം? 4 ഇൻറ്റു നെക്സ്റ്റ് ഡിജിറ്റ് ആയ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള നമ്പറായ 23 വലുതായത് കൊണ്ട് ഈ രണ്ടെണ്ണത്തിലെ വലിയ നമ്പറായ 8 എടുക്കുന്നു. സോ 48 ഇസ് ദ ആൻസർ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് 2809. ഓക്കെ, പെയർ ചെയ്തു. 9 ആണ്. 9 ആയതുകൊണ്ട് ഏതിനൊക്കെയാണ് ചാൻസ്? 3 ആകാം, അല്ലെങ്കിൽ 7 ആകാം. 28 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36. അപ്പൊ ഇതിനിടയിലാണ് വരുന്നത് 5നും 6നും ഇടയില്. അതിലെ ചെറുതായ 5 എഴുതി. നെക്സ്റ്റ് 5 ഇൻറ്റു നെക്സ്റ്റ് ഡിജിറ്റ് ആയ 6, 30. നമ്മുടെ നമ്പർ ചെറുതാണ്, അതുകൊണ്ട് ഇതിലെ ചെറുതായ 3 എടുക്കും. സോ ആൻസർ 53. ക്ലിയർ ആണോ? സ്ക്വയർ റൂട്ട് എങ്ങനെ എടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അത് നിങ്ങൾ കുറെ നമ്പേഴ്സ് ഇട്ടിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെ അത് ചെയ്യാമെന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇപ്പൊ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ഡെസിമൽസിന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ 0.25 ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ്. അതെങ്ങനെയാ? ആദ്യം നിങ്ങൾ ഡെസിമലിനെ മാറ്റി നിർത്തിയിട്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അതായത് 25 അല്ലെ, 25ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. ഇതിപ്പോ നമുക്ക് അറിയാവുന്ന നമ്പേഴ്സ് ആണ്. 25ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 5 ആണ്. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. അതെങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ 0.25 വന്ന അല്ലെ,
ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസറിൽ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടായിരിക്കണമെന്ന് അറിയാവോ? ക്വസ്റ്റ്യനിൽ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അതിന്റെ പകുതി. സ്ക്വയർ റൂട്ട് അല്ലേ നമ്മൾ അതുകൊണ്ട് 2 എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനില് ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അതിന്റെ ഹാഫ് ആയിരിക്കണം നമ്മുടെ ആൻസറിൽ ഡെസിമലിന് ശേഷം വരാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ 25ന്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. അപ്പൊ നമ്മളുടെ ആൻസറിൽ ഇങ്ങനെ വരണം, ഡെസിമലിന് ശേഷം എത്ര വരണം? ഇവിടെ 2 എണ്ണം ഉണ്ട്. 2ന്റെ പകുതി എന്ന് വെച്ചാൽ 1 ആണ്. ഡെസിമലിന് ശേഷം 1 ഡിജിറ്റേ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളുടെ ആൻസർ 5. സോ 0.5. ഇനി 2 എണ്ണം വേണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ സീറോസ് ഇടുക. ഫോർ എക്സാമ്പിൾ നമുക്ക് അടുത്തത് നോക്കാം. 0.0025. ഇപ്പൊ ഡെസിമൽ ഇല്ലാതെ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് വെക്കുക. 25ൻ്റെത് 5 ആണ്. ഓക്കെ, ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ട്? ഡെസിമലിന് ശേഷം 4 ഡിജിറ്റ്സ് ഉണ്ട്. സോ നമ്മുടെ ആൻസറിൽ എത്ര ഡിജിറ്റേ വരാൻ പാടുള്ളൂ? അതിനെ ബൈ ചെയ്ത് 2 ആക്കുക. ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ് ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഒരെണ്ണം നമ്മുടെ 5 ഉണ്ട്, പിന്നെ എക്സ്ട്രാ നമ്മൾ 0 ആഡ് ചെയ്യുക അല്ലെ. 0.05. ക്ലിയർ ആണോ? ഇനി 1.21 നോക്കിയേ. ആദ്യം 121ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് വെക്കുക. അതെന്താ? 11 ആണ്. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2 ഡിജിറ്റ്സ് ഉണ്ട്. സോ ആൻസറിൽ എത്ര ഡിജിറ്റ്സേ വരാൻ പാടുള്ളൂ? അതിനെ ബൈ 2 ചെയ്യുക. 1. സോ 11 അല്ലേ ആൻസർ. അപ്പം 1.1. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ഡെസിമലിന്റെ സ്ക്വയർ എടുക്കുന്നത്. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ 25 121 ഒക്കെ നമ്മൾ പറഞ്ഞു. അല്ലാതെ വലിയ നമ്പർ വരുമ്പോൾ നമ്മൾ ആദ്യം സ്ക്വയർ റൂട്ട്, ഡെസിമൽ ഇല്ലാത്ത സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിൽ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അതിന്റെ പകുതി ആയിരിക്കണം ആൻസറിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. എങ്ങനെ ചെയ്യാം? 0.01 അല്ലെ. ഇപ്പൊ എന്താ? ഇത് 1 ആണ്. 1 അതായത് 1ന്റെ സ്ക്വയർ റൂട്ട് 1 തന്നെ. ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് നമ്മളുടെ ആൻസറിൽ ഡെസിമലിന് ശേഷം 1 ഡിജിറ്റേ കാണാൻ പാടുള്ളൂ. 0.1. ഓക്കെ, 81ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? നമുക്കറിയാം 9 ആണ്. ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ഉണ്ട്. സോ നമ്മളുടെ ആൻസർ ഡെസിമലിന് ശേഷം അതിന്റെ പകുതിയായ 1 കാണാൻ പാടുള്ളൂ. സോ 0.9 പ്ലസ് 120. നമ്മളിപ്പോ ചെയ്തല്ല ഉള്ളൂ. 121ന്റെ സ്ക്വയർ റൂട്ട് 11 ആണ്. ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ഉണ്ട്. സോ ആൻസറിൽ ഡെസിമലിന് ശേഷം 1 ഡിജിറ്റേ കാണാൻ പാടുള്ളൂ. സോ 1.1. ഇത് നോക്കിയേ, 9ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. നോക്കിയ ഡെസിമലേഷൻ 1 2 3 4 എണ്ണം ഉണ്ട്. സോ 4ന്റെ പകുതി 2 എടുക്കുന്നു. ഡെസിമലേഷൻ 2 പാടുള്ളൂ അല്ലെ. നമുക്കൊരു 3 ഉണ്ട്. സോ 0. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരായോ? നേരത്തെ നമ്മൾ എങ്ങനെ ഡെസിമൽ ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നോ? അതേപോലെ ഡെസിമൽ ആഡ് ചെയ്തേ. 0.1 0.9 1.1 0.0. ഈ ഒരു സൈഡിൽ എഴുതി പോകണം. 0.03. ഓക്കെ, ആഡ് ചെയ്തേ. 3 10 11 എന്ത് വരും? 2.13. ക്ലിയർ അല്ലേ? 2.13. നോക്കിയേ, ഇതേപോലുള്ള സ്ക്വയർ. ഇപ്പൊ നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ളത് എങ്ങനെയാ ചെയ്യേണ്ടത്? നോക്കിയേ, √80 മൈനസ് √112 ബൈ √45 മൈനസ് √63. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഇതിനകത്തൊന്നും അങ്ങനെ റൂട്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല. പക്ഷെ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. 80നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേ. നമുക്ക് എങ്ങനെ എഴുതാം? 80നെ 8 × 10 എന്ന് എഴുതാം അല്ലെ. അതായത് 8നെ ഒന്നുകൂടെ നമ്മൾ അതായത് ഫാക്ടേഴ്സ് ആയിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 2 × 2 × 10. ഇങ്ങനെ വന്നില്ല, 2 × 5 എന്ന്. ഓക്കെ, ഇനി ഇതിന്റെ റൂട്ട് എടുക്കുമ്പോഴെന്താ? നമുക്കറിയാം √A × A എന്ന് വെച്ചാൽ എന്താ? A ആണ് അല്ലെ. 2 എണ്ണം വന്നാൽ നമുക്ക് ഒരെണ്ണം പുറത്തെടുക്കാം എന്നുള്ള അർത്ഥത്തിൽ. മനസ്സിലായി? അതായത് √A² = A ആണ്. അതായത് √A × A എന്ന് പറഞ്ഞാൽ A പുറത്ത് വരും. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയേ. 2 × 2 × 3 × 4 × 3 × 2 ഇങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ എടുക്കും? 2 2 ഒരു 2 പുറത്തെടുക്കും. 2 3 അല്ലെ, ഒരു 3 പുറത്തെടുത്ത്. പിന്നെ ഒരു 4 കിടക്കുന്നു. √4 എത്ര? 2 ആണ് അല്ലെ. അപ്പൊ ഒരു 2 വന്നു. ഇനി ബാക്കി ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒറ്റയ്ക്ക് കിടക്കുന്ന ഈ 2 മാത്രമേ ഉള്ളൂ. അതായത് √2. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ റൂട്ട് ചെയ്യേണ്ടത്. അതായത് നമുക്ക് അറിയാവുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ളത് നമ്മൾ അല്ലാതെ കണ്ടുപിടിക്കും. പെർഫെക്റ്റ് സ്ക്വയർ അല്ലാതെ വരുന്നത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനൊന്ന് സ്പ്ലിറ്റ് അതിന്റെ ഫാക്ടേഴ്സ് ആക്കി മാറ്റിയിട്ട് ഒരുമിച്ച് രണ്ടെണ്ണം വീതമുള്ളതിനെ നമ്മൾ പുറത്തെടുക്കും.
ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു 18 നമ്മൾ എങ്ങനെ എഴുതി, 8 × 10 എന്ന് എഴുതാം. ആ 8 × 10 നമ്മൾ എങ്ങനെ എഴുതി, 8 × 10 എന്ന് എഴുതി. ഞാൻ അതിന് 4 × 2 × 2 × 5 എന്ന് എഴുതി. ഓക്കെ, അതാണ് അതിന്റെ സ്ക്വയർ റൂട്ട് ഇങ്ങനെ വന്നേ. മൈനസ് 112 അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് അതിനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയുള്ള നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ്. ഇപ്പൊ നമ്മൾ 18 8 × 10 എന്ന് എഴുതാം, നമുക്ക് അറിയാമായിരുന്നു അല്ലെ. എന്നിട്ട് 8 നമ്മൾ 4 × 2 അങ്ങനെ നമ്മൾ അറിയാവുന്നതിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി അറിയാൻ വയ്യാത്തതാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. ഇപ്പൊ അതാണ് 2 കൊണ്ട് ഇങ്ങനെ താഴോട്ട് താഴോട്ട് ഡിവൈഡ് ചെയ്ത് വരിക. മനസ്സിലായോ? അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 5 6. ഇനി വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 28. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 40. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 7 അല്ലെ. അപ്പൊ ഇതെന്റെ ഫാക്ടേഴ്സ് 112ന്റെ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. എന്താ 112നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ 2 × 2 × 2 × 2 × 7. മനസ്സിലായോ? ഓക്കെ, അതേപോലെ 45നെ എഴുതിയ 45നെ എങ്ങനെ എഴുതാം, 9 × 5 അല്ലെ. 9നെ 3 × 3 എന്ന് എഴുതണമെങ്കിൽ എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് 9 നമുക്ക് എടുക്കാൻ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ എഴുതിയാലും മതി. 63നെ എങ്ങനെ എഴുതാം, 9 × 7. ഓക്കെ, ഒന്ന് പുറത്തെടുത്തേ. ഇതാണ്ട് എങ്ങനെ ഈ രണ്ട് 2നെ പുറത്തെടുക്കുമ്പോൾ ഒരു 2 ആയി. 4ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2 ആണ്. സോ 2 × 2. ഇനി എന്താ, ഇവിടെ ഒരു √5 അതിനെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? 4√5 എന്ന് വരും. മൈനസ് ഇവിടെ നമുക്ക് രണ്ട് 2നെ പുറത്തെടുത്തു, ഒരെണ്ണമാക്കി. വീണ്ടും രണ്ട് 2നെ പുറത്തെടുത്തു, അതും 2 × 2 √7. ക്ലിയർ അല്ലേ? ബൈ ഇവിടെ 9ന്റെ റൂട്ട് എടുത്തേ 3. 5ന്റെ റൂട്ട് എടുക്കാൻ പറ്റില്ല, √5 എന്നാണ് എഴുതിയേക്കുക. മൈനസ് ഇവിടെയും എന്താണ് 3 √7. ഓക്കെ, ഇനി എന്താ ഇതിനകത്തുനിന്ന് ഇത് 4 അല്ലേ, ഇത് 4 2 × 2 ഇതും 4. അപ്പൊ രണ്ടും കൂടെ കോമൺ എടുത്തേ 4√5 അല്ലെ. ഇങ്ങനെ വന്നു 4√5 മൈനസ് 4√7 ബൈ 3√5 മൈനസ് 3√7. ഓക്കെ, ഇതിന്ന് കോമൺ എടുത്തേ 4 കോമൺ അല്ലേ. സോ 4 കോമൺ എടുത്താൽ എന്ത് വരും, √5 മൈനസ് √7 ബൈ 3 കോമൺ എടുത്താൽ എന്ത് വരും, √5 മൈനസ് √7. ഇത് രണ്ടും കൂടെ കട്ടായി പോയി. ആൻസർ എന്ത് വരും, 4/3 എന്ന്. ക്ലിയർ ആണോ? ഇനി എന്താ ചെയ്യേണ്ടത്, ഓപ്ഷൻസ് നോക്കിയേ. മിക്സഡ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത് അല്ലെ. മിക്സഡ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നത്. അതേപോലെ ആക്കിയേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1 3 1 അല്ലെ. ആൻസർ ആദ്യം എഴുതുക 1, റിമൈൻഡർ എഴുതുക വീണ്ടും 1/3. 1/3 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ 1/3. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്യൂബ് റൂട്ട്. നമ്മളിപ്പോ സ്ക്വയർ റൂട്ട് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് പഠിച്ചു. ഓക്കെ, അതേപോലെ എന്താ ക്യൂബ് റൂട്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, 1 തൊട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ 10 വരെയുള്ള സ്ക്വയറുകൾ പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞതുപോലെ 1 തൊട്ട് 10 വരെയുള്ള ക്യൂബുകളും നമ്മൾ കാണാതെ പഠിച്ചു വെച്ചേക്കാം. നോട്ട് ചെയ്തെടുത്തോ. 1 ക്യൂബ് 1, 2 ക്യൂബ് 8. ഈ ക്യൂബുകൾ സ്ക്വയറുകളിലെ പ്രൈം നമ്പേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സീരീസിനും ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ക്യൂബ് റൂട്ടുകൾ കാണാൻ പഠിച്ചു വെച്ചേക്കുന്നത്, അതേപോലെ സ്ക്വയർ റൂട്ടുകൾ കാണാൻ പഠിച്ചു വെച്ചേക്കുന്നത്, പ്രൈം നമ്പേഴ്സ് അങ്ങനെ പഠിച്ചു വെച്ചേക്കുന്നത് നമുക്ക് എന്താണ്, നമ്മളെ സീരീസ് ഒക്കെ റീസണിങ്ങിന്റെ ടോപ്പിക് വരുന്നത് സീരീസ് ഒക്കെ ചെയ്യാവുന്ന സമയത്ത് നമ്മളത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് കാണാതെ പഠിക്കുന്നതിന് നിങ്ങൾ ചെയ്ത് പഠിക്കുക. സ്ക്വയറുകൾ എന്തായാലും നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇനി അടുത്ത എഴുതുമ്പോ 4ന്റെ ക്യൂബ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 4ന്റെ സ്ക്വയർ അറിയാം 16, 16 × 4. അങ്ങനെ ചെയ്ത് കുറച്ച് 2-3 തവണ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് കാണാൻ പഠിച്ചു വെച്ചേക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ 2 ക്യൂബ് 8, 3 ക്യൂബ് 27, 4 ക്യൂബ് 64, 5 ക്യൂബ് 125, 6 ക്യൂബ് 216, 7 ക്യൂബ് 343, 8 ക്യൂബ് 512, 9 ക്യൂബ് 729, 10 ക്യൂബ് 1000. അപ്പൊ 1 തൊട്ട് 10 വരെയുള്ള ക്യൂബുകൾ കാണാതെ പഠിച്ചു വെച്ചേക്കാം. അതേപോലെ നമ്മൾ നേരത്തെ യൂണിറ്റ് പ്ലേസ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും എങ്ങനെയാന്ന് നോക്കിയേ. 1 ക്യൂബിൻ്റെത് 1,
നോക്കിയേ, വേറെ 1 വരുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ 1-ൻ്റെത് 1-ൽ തന്നെ എന്ത് ചെയ്യുന്നു? 2 ക്യൂബിൻ്റെത് 8. നോക്കി 8-ൻ്റെത് 2. അപ്പൊ അങ്ങനെ പഠിക്കാം. 2-ൻ്റെത് എൻഡ് ചെയ്യുന്നത് 8-ലും 8 ക്യൂബിന്റെ എൻഡ് ചെയ്യുന്നത് 2-ലും. മനസ്സിലായോ? അതായത് 2 എൻഡ് ചെയ്യുന്ന ഏതൊരു നമ്പറിന്റെ ക്യൂബ് എടുത്താലും അത് 8-ലാണ് എൻഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സ്ക്വയറിന്റെ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയുക. ഓക്കെ, അപ്പൊ ഇത് കാണാൻ പഠിച്ചു വെച്ചേക്കണം. 2-ൻ്റെത് എൻഡ് ചെയ്യുന്നത് 8-ലാണ്, 8-ൻ്റെത് 2-ലാണ്. സ്ക്വയർ റൂട്ടിന്റെ അത്രയും പാടില്ല, ക്യൂബ് റൂട്ട് വളരെ എളുപ്പം. പാട് വരുന്നത് നമ്മൾ ഈ 1 തൊട്ട് 10 വരെ കാണാൻ പഠിച്ചു വെക്കുന്നതിൽ മാത്രമേ ഉള്ളൂ പാട് വരുന്നത്. ഓക്കെ, 2-ൻ്റെത് 8, 8-ൻ്റെത് 2. നോക്കിയേ, 3-ൻ്റെത് 7. അതേപോലെ തന്നെ 7-ൻ്റെതോ 3. 2-ൻ്റെത് 8, 8-ൻ്റെത് 2. 3-ൻ്റെത് 7, 7-ൻ്റെത് 3. ബാക്കി എല്ലാം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 1-ൻ്റെത് 1 ആണ്, 4-ൻ്റെത് 4 ആണ്, 5-ൻ്റെത് 5 ആണ്, 6-ൻ്റെത് 6 ആണ്, 9-ൻ്റെത് 9 ആണ്. അതായത് 1, 4, 5, 6, 9 ഈ നമ്പേഴ്സ് എല്ലാം അതാത് നമ്പേഴ്സ് തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. ഇനി 2-ൻ്റെത് 8-ലാണ്, 8-ൻ്റെത് 2-ലാണ്, 3-ൻ്റെത് 7-ലാണ്, 7-ൻ്റെത് 3-ലാണ്. ഇത് ഇത്രയും ഒന്ന് കാണാൻ പഠിച്ചാൽ ക്യൂബ് റൂട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പൊ 1 തൊട്ട് 10 വരെയുള്ള ക്യൂബുകൾ നമ്മൾ പഠിച്ചു. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഈ ഒരു എൻഡിങ്, അതായത് 1, 4, 5, 6, 9 ഈ നമ്പേഴ്സ് എല്ലാം എൻഡ് ചെയ്തത് അതാത് നമ്പേഴ്സ്. 1-ൻ്റെത് 1, 4-ൻ്റെത് 4, 5-ൻ്റെത് 5, 6-ൻ്റെ 6, 9-ൻ്റെ 9. ബാക്കി 2-ൻ്റെത് 8-ഉം 8-ൻ്റെത് 2-ഉം 3-ൻ്റെത് 7-ഉം 7-ൻ്റെത് 3. അത് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നമുക്ക് എങ്ങനെ ക്യൂബ് റൂട്ട് കാണാൻ നോക്കാം. സ്ക്വയർ റൂട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 2 നമ്പർ അല്ലെ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 എന്നൊരർത്ഥം വരുന്നത് 2 നമ്പറായിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. അപ്പൊ ക്യൂബ് റൂട്ട് എങ്ങനെയായിരിക്കും? റേസ് ടു 3 എന്നൊരർത്ഥമല്ലേ ക്യൂബ് റൂട്ട്. 3 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. 1, 7, 2, 8-നെ നമ്മൾ 3 ഗ്രൂപ്പ് ചെയ്താൽ 1, 2, 3 ഇതൊരു ഗ്രൂപ്പ്. പിന്നെ ബാക്കി 1 ഉള്ളെങ്കിൽ 1, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3. 6 ഡിജിറ്റ്സ് വരെയുള്ള ക്യൂബ് റൂട്ടുകൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ 1 തൊട്ട് 10 വരെ പഠിച്ചു വെച്ചിരുന്നാൽ 6 ഡിജിറ്റ്സ് വരെയുള്ള ക്യൂബ് റൂട്ടുകളാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ 1, 7, 2, 8. ഇനി ഇത് 2 ഡിജിറ്റ് നമ്പർ ആണ്. 6 ഡിജിറ്റ്സ് വരെ വരുന്നതെല്ലാം 2 ഡിജിറ്റ് നമ്പറിന്റെ ആണ് ക്യൂബ് റൂട്ടുകൾ. അപ്പൊ ഇതിന്റെ ക്യൂബ് റൂട്ട് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ക്യൂബ് റൂട്ട് എടുക്കുന്നു. യൂണിറ്റ് പ്ലേസിൽ എന്താ വരുന്നത്? 8 അല്ലെ. ഇവിടെ 8 വന്നത് രണ്ട് പോസിബിലിറ്റി ഒന്നുമില്ല, വളരെ എളുപ്പം. 8 വന്നത് കൊണ്ട് 2 ആയിരിക്കും. അതാണ് നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചത്, ഓർക്കുക. 2 വന്നാൽ 8, 8 വന്നാൽ 2, 3 വന്നാൽ 7, 7 വന്നാൽ 3. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. 2 വന്നാൽ 8, 8 വന്നാൽ 2, 3 വന്നാൽ 7, 7 വന്നാൽ 3. 1, 4, 5, 6, 9 ആണെങ്കിൽ അതാത് നമ്പേഴ്സ് തന്നെ. ഓക്കെ, അപ്പൊ ഇവിടെ 8 വന്നു. സോ നമ്മളുടെ യൂണിറ്റ് പ്ലേസിൽ 2 ആയിരിക്കും. ഇനി നേരത്തെ പോലെ തന്നെ ഈ 1 എന്ന് പറയുന്നത് ഏത് ക്യൂബുകളുടെ ഇടയിലാണെന്ന് നോക്കുക. 1 എന്ന് പറഞ്ഞാൽ 1 ക്യൂബിനും 2 ക്യൂബിനും ഇടയിലാണ്. സോ അതിലെ ചെറുതായ 1. സോ ആൻസർ വന്നിട്ട് 12 ആണ്. ക്ലിയർ ആണോ? അടുത്ത ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കിയേ. 4096. 4096 3ആയിട്ട് ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, 6 ആണ് എൻഡിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് ഏതാ 6 തന്നെയാണ് അല്ലെ. 1, 4, 5, 6, 9 അതെല്ലാം അതാത് നമ്പർ. 2-ൻ്റെത് 8, 3-യുടേത് 7. ഓക്കെ, 6 വന്നു. അതുകൊണ്ട് യൂണിറ്റ് പ്ലേസിൽ 6. ഇനി 4. ഈ 4 ഏത് ക്യൂബുകളുടെ ഇടയിലാണ് വരുന്നത് നോക്കിയേ. 1 ക്യൂബിനും 2 ക്യൂബിനും ഇടയിലാണ് 4 വരുന്നത്. അതുകൊണ്ട് അതിലെ ചെറുതായ 1 എഴുതുക. ക്ലിയർ ആണോ? സോ 16. മനസ്സിലായോ? ഇനി നോക്കിയേ, ഇവിടെ ഇതിനെ നമ്മൾ 3ആയിട്ട് ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇതിനെ നമ്മൾ 3ആയിട്ട് ഗ്രൂപ്പ് ചെയ്തു. 9 ആണ്, അതായത് 2 ഡിജിറ്റ് നമ്പർ ആണ്. 9 ആണ് യൂണിറ്റ് പ്ലേസിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് 9 ആണ് വരുന്നത്. ഇനി 6. ഓക്കെ, 6 എവിടെ വന്നേക്കുന്നത്? 6 1-നും, അതായത് ഇച്ചിരി വലിയ നമ്പർ വന്നാൽ നമ്മൾ ബാക്കി കൊണ്ട് പോകുന്നുള്ളൂ. ഓക്കെ, 1 ക്യൂബിനും 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ 1-നും 2-നും ഇടയിലാണ് വന്നേക്കുന്നത്. സോ 1 അതിലെ ചെറുതായിരുന്നു. നമ്മൾ നേരത്തെ സ്ക്വയർ റൂട്ട് പറഞ്ഞതുപോലെ തന്നെ ചെറുതായെടുക്കണം. ഓക്കെ, 90. ക്ലിയർ ആണോ? ഇനി 4, 9, 1, 3 എന്താണ്? ഇവിടെ 3 ആണ് വന്നേക്കുന്നത്. 3 വന്നത് കൊണ്ട് 7 ആണ് വന്നേക്കുന്നത്. 3-യുടേത് 7, 7-ൻ്റെത് 3 അല്ലെ. സോ 4 അത് 1-ന് തന്നെ ഇടയിലാണ് 7. ഞാനിപ്പോ ഒരു 1 ഡിജിറ്റ്, അതായത് ഒരു 20-ക്കകത്തുള്ള നമ്പേഴ്സ് ഇട്ടുള്ളൂ. നിങ്ങൾ കുറച്ച് നമ്പേഴ്സ് ഒന്ന് ക്യൂബ് റൂട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഏതിനകത്ത്, അതായത് ആദ്യം നമ്മൾ യൂണിറ്റ് പ്ലേസ് എഴുതുന്നു. അതിനുശേഷം എന്താ, ഏതിനകത്ത് വരുന്നതാണെന്ന് നോക്കിയിട്ട് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ,
അത് നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ വെച്ച് നമുക്ക് ഒരു ക്യൂബ് റൂട്ട് നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് ക്യൂബ് റൂട്ടിന്റെ ഡെസിമൽസും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡെസിമൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ ക്യൂബ് റൂട്ടിന്റെ കേസിൽ ഇത്രയേ ഉള്ളൂ കാര്യം. ഡെസിമൽ ഇല്ലാതെ എന്താണ് ക്യൂബ് റൂട്ട് എടുക്കുക. അതിനുശേഷം എന്താ ഡെസിമൽ ക്വസ്റ്റ്യനിൽ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അതിന്റെ ബൈ 3 ആയിരിക്കണം ആൻസറിൽ ഡെസിമലിന് ശേഷം അല്ലെ. കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ലേ? സ്ക്വയർ റൂട്ടിൽ നമ്മൾ പറഞ്ഞ എങ്ങനെ ക്വസ്റ്റ്യനിൽ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അതിന്റെ ഹാഫ് ആണ്, അതായത് ബൈ 2 ചെയ്യുന്നതാണ് ആൻസറിൽ. ക്യൂബ് റൂട്ട് എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അതിന്റെ ബൈ 3 എടുക്കുന്നതായിരിക്കണം ആൻസർ. ആൻസറിൽ ഡെസിമലിന് ശേഷം ഫോർ എക്സാമ്പിൾ എന്താ ഇവിടെ നോക്കിയേ, നമ്മുടെ 027 ഇതിന്റെ ക്യൂബ് റൂട്ട് എടുക്കാൻ പറഞ്ഞു. ആദ്യം നമ്മൾ ഡെസിമൽ ഇല്ലാതെ ക്യൂബ് റൂട്ട് എടുത്തേ. ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഡെസിമലേഷൻ 3 ഡിജിറ്റ്സ് ഉണ്ട്. സോ നമ്മളുടെ ആൻസറിൽ ഡെസിമലേഷൻ എത്രേ പാടുള്ളൂ? 3/3 1 പാടുള്ളൂ. സോ 0.3. ക്ലിയർ ആണോ? ഇനി 0.008 8ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 2 ആണ്. ഡെസിമൽ ക്വസ്റ്റ്യനിൽ ഡെസിമലേഷൻ 3 ഡിജിറ്റ് ഉണ്ട്. അതിന്റെ പകുതിയല്ല ബൈ 3 എടുക്കുക 1. സോ ഡെസിമലേഷൻ 1 ഡിജിറ്റേ കാണാൻ പാടുള്ളൂ. സോ 0.2. മനസ്സിലായോ? ഇനി അതേപോലെ ഇവിടെ എന്താ എടുക്കേണ്ട? സ്ക്വയർ റൂട്ട് ചിഹ്നം നോക്കണം. ഇവിടെ ക്യൂബ് റൂട്ട് ആണ്, ഇവിടെ സ്ക്വയർ റൂട്ട് ആണ് എടുക്കാനുള്ളത്. ഓക്കെ, 9ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 3 ആണ്. ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്, അതുകൊണ്ട് നമ്മളുടെ ആൻസറിൽ ബൈ 2 1 ഡിജിറ്റേ കാണാൻ പാടുള്ളൂ. 0.3 ബൈ ഇവിടെ 0.04 ആണ് അല്ലെ. ദാറ്റ് ഈസ് 0.2. അതായത് 1 മൈനസ് 1 മൈനസ് 1. ക്ലിയർ അല്ലേ? ഇനി ഇത് എങ്ങനെയാ ചെയ്യേണ്ടത്? നമ്മള് ബോട്ട് മാസിൽ അഡീഷൻ ആണ് ആദ്യം ചെയ്യാനുള്ളത് അല്ലെ. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ്, ഓഫ് ഉണ്ടെങ്കിൽ ഓഫ്, ഡിവിഷൻ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അഡീഷൻ ചെയ്യുക, സബ്ട്രാക്ഷൻ ചെയ്യുക. അപ്പൊ ഈ 2 അഡീഷനും ചെയ്തേ. 1 മൈനസ് 1 മൈനസ് 1 അത് -2. 1 മൈനസ് 2 ഇനി ഇത് ചെയ്തേ -1. ക്ലിയർ അല്ലേ? സോ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ -1 ആയിരിക്കും. അപ്പൊ ഇവിടെ സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും എടുക്കാനും കൂടെ പഠിച്ചു വെച്ചു. ക്ലിയർ ആണല്ലോ? നമുക്ക് നിർത്താം. ഓക്കെ,